നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. രാജി ആവശ്യം മുഖ്യമന്ത്രിയും മുന്നണിയും തള്ളിയെങ്കിലും മന്ത്രി കെ ടി ജലീലിൻ്റെ രാജിക്കായുള്ള സമരവുമായി UDFും BJPയും മുന്നോട്ട് തന്നെ. സമരം 6ാം ദിവസവും തുടർന്നു. സർക്കാരിനെതിരായ സമരങ്ങളിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ പ്രതിപക്ഷ ശ്രമമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ KT റമീസിന് കോടതി ജാമ്യം അനുവദിച്ചു. ഇതാർക്കും ചർച്ച ചെയ്യേണ്ടതില്ല. 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രമില്ലെങ്കിൽ ജാമ്യം ലഭിക്കുമെന്ന് അറിയാത്തവരല്ല നമ്മൾ. UAPA ചുമത്തിയതുകൊണ്ട് NIA കേസിൽ റമീസ് തൽക്കാലം ജയിലിൽ തുടരുമെന്ന് ആശ്വസിക്കാം. സ്വർണം വന്ന വഴിവിട്ട് സമരപാതയിൽ നമ്മൾ അതിദൂരം മുന്നോട്ട് പോകുകയാണ്. ഈ വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM സംസ്ഥാന സമിതി അംഗവും മുൻ MPയുമായ ശ്രീ MB രാജേഷ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, BJP നേതാവ് ശ്രീ നാരായണൻ നമ്പൂതിരി, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MA നിഷാദ്. ചർച്ചയ്ക്ക് നിദാനമായ ഏതാനും ചോദ്യങ്ങൾ. സത്യം കണ്ടെത്തലോ അതോ ജലീലിൻ്റെ രാജിയോ പ്രസക്തം? രാഷ്ട്രീയ ആവശ്യങ്ങളും വിവാദങ്ങളും മുറുകുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നുവോ? സ്വർണം കയറ്റിവിട്ടവരിലേക്ക് അന്വേഷണത്തിൻ്റെ ഹസ്തം എന്ന് നീണ്ടു തുടങ്ങും? BJP അല്ല ശത്രുവെന്ന് പറയുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ എന്തിൻ്റെ സൂചന? ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലവാചകങ്ങളിൽ കൂടി നമുക്കൊന്ന് കാണണം. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന. 3830 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 3562 പേർക്കും രോഗം സമ്പർക്കത്തിലൂടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് സമയം 1 മണിക്കൂർ നീട്ടാൻ സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കും. കോവിഡ് രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും തപാൽ വോട്ടും. സർക്കാർ ജീവനക്കാരുടെ മാറ്റിവെച്ച ശമ്പളം 9% പലിശയോടെ PFൽ ലയിപ്പിക്കാനും മന്ത്രിസഭാ തീരുമാനം. BJP അല്ല മുഖ്യശത്രുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. CPIMനെ ഏത് വിധേനയും പരാജയപ്പെടുത്തണം. അടുത്ത തവണ അധികാരം ലഭിച്ചില്ലെങ്കിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലനിൽപ്പ് അപകടത്തിലാണെന്നും കുഞ്ഞാലിക്കുട്ടി. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി ഈ മാസം 30-ന്. അദ്വാനി അടക്കമുള്ള പ്രതികൾ നേരിട്ട് ഹാജരാകണം. വിധി പറയുക ലക്നൗ പ്രത്യേക കോടതി. നമ്മുടെ ചർച്ചയിലേക്ക് പോവുകയാണ്. എൻ്റെ സ്നേഹിതൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സമരവുമായിട്ട് UDFും BJPയും മുമ്പോട്ട് പോവുകയാണ്. ജലീൽ രാജിവെക്കണം, അതോടൊപ്പം തന്നെ ശ്രീ EP ജയരാജൻ രാജിവെക്കണം. അന്വേഷണം മറ്റൊരു വഴിക്ക് മുമ്പോട്ട് പോകുന്നു. ഈ സമരവുമായിട്ട് ഇനി എത്ര ദിവസമാണ് ഇനി UDF മുമ്പോട്ട് പോവുക? ഗവൺമെൻറ്റിന് ഒരു യാഥാർത്ഥ്യ ബോധമുണ്ടായി. ജലീലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതുവരെ ഞങ്ങൾക്ക് സമരം മുന്നോട്ട് പോകേണ്ടി വരും. ഒരു സംശയം അക്കാര്യത്തിലില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന പോലെ ജലീൽ ഇതിൻ്റെ അകത്ത് ഒരു നിരപരാധിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തെ 2 തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്ന് മാത്രമല്ല, ഈ കേസിൽ NIA കൂടെ ഡീറ്റെയിൽസൊക്കെ എടുത്തു കഴിഞ്ഞു. അദ്ദേഹം EDക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റൊക്കെ അവരെടുത്തു കഴിഞ്ഞു. അവർ പരിശോധിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ കേസിൻ്റെ മാനങ്ങൾ കേവലം EDയുടെ പരിധിക്ക് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജലീൽ ഒരു സംശയത്തിനില്ല അദ്ദേഹം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ മന്ത്രിസഭയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒഴിവാക്കണം. അതിനാണ് ഞങ്ങളുടെ സമരം അതിനു വേണ്ടിയാണ്. ആ തീരുമാനം വരുന്നവരെ
ഞങ്ങൾക്ക് സമരം മുന്നോട്ട് പോകേണ്ടി വരും. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞതൊക്കെ പുറകോട്ട് പോയി. ഇപ്പോൾ ശിവശങ്കർ അദ്ദേഹം 5 ദിവസം അദ്ദേഹത്തെ സംരക്ഷിച്ചു, 6-ാം ദിവസം സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇതുവരെ ED പോലും ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല ജലീലിന്. എന്ന് മാത്രമല്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൻ്റെ ഒപ്പം തന്നെ പുതിയ NIA കൂടെ ഇതിലേക്ക് വരാൻ സ്കോപ്പ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ മാനങ്ങൾ വലുതായിരിക്കും. ഡൊമിനിക് പ്രസന്റേഷൻ NIA അല്ലേ ഒറിജിനൽ അന്വേഷണ ഏജൻസി? NIA അല്ലേ ഒറിജിനൽ അന്വേഷണ ഏജൻസി? NIA വരിക എന്ന് പറയുന്നത് NIA അല്ലേ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി? അല്ല, ഇപ്പോഴ് ED ആണ് കേസെടുത്തിരിക്കുന്നത്. കേസ് മീൻസ് ED ആണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ജലീലിനെ 2 പ്രാവശ്യമായി വിളിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ NIAയുടെ സ്കോപ്പ് വരുന്ന എവിടെയാണ്? NIAയുടെ സ്കോപ്പ് ഈ കൊണ്ടുവന്നതിൽ സ്വർണ്ണമുണ്ടായിരുന്നോ, സ്വർണ്ണമുണ്ടായിരുന്നോ, ആ സ്വർണം വിറ്റ പണം തീവ്രവാദത്തിൽ പോയിട്ടുണ്ടോ എന്നാണ് അവരുടെ സ്കോപ്പ്. അവരും വരുവാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഗ്രാവിറ്റി കൂടുകയാണ്. ഒറിജിനൽ കേസ് NIA എടുത്താണെങ്കിലും ED പിന്നീട് EDയുടെ മാൻഡേറ്റ് വേറെയാണ്. ED എക്കണോമിക് ഒഫൻസാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസിലെ ജലീലുമായി ബന്ധപ്പെട്ട് NIA വീണ്ടും വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ്റെ വാക്കുകളിലും ആ ഗ്രാവിറ്റി ഉണ്ടാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് എടുത്ത് ചോദിച്ചത്. ശ്രീ MP രാജേഷ്, ED 2 തവണ ചോദ്യം ചെയ്തു, ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. ജലീൽ രാജിവെക്കുന്നില്ലേ, സമരവുമായിട്ട് മുമ്പോട്ട് പോകും. അതാ NIA കൂടി വരുന്നു ജലീലിന് മേൽ. ഗുരുതരമായ ഒരു ചിത്രമാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ വരച്ച് കാട്ടുന്നത്. ഈ ചിത്രത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണോ പിന്നെ രാജേഷേ? ബ്രിട്ടാസ്, ED എന്ന് കേട്ടാലും NIA എന്ന് കേട്ടാലും ഒക്കെ പകച്ചു നിൽക്കുന്നവർ ആരാണ് എന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് രാജ്യവ്യാപകമായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ്റെ പാർട്ടിയുടെ നേതാക്കളാണ്. മുഖ്യമന്ത്രി ഇവിടെ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നാണ്. അപ്പോൾ ED എന്ന് കേട്ടാൽ മുട്ടിടിക്കുന്നവർ ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷത്തുള്ള ഒരാൾക്കും ED എന്ന് കേട്ടാൽ ഒരു പരിഭ്രമവുമില്ല. അതുകൊണ്ടാണ് ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ മനസ്സില്ല. എന്നാൽ എല്ലാ മാധ്യമങ്ങളോടുമല്ല. ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളുടെ പോലും ആയുസ്സില്ലാത്ത ഒരു പത്രം രാവിലെ ഇറങ്ങിയാൽ, സാധാരണ നമ്മൾ പറയും പത്രത്തിന് 1 ദിവസത്തെ ആയുസ്സുണ്ട് എന്ന്, 1 മണിക്കൂറിൻ്റെ ആയുസ്സില്ലാത്ത ലീഡ് വാർത്തകൾ അച്ചടിച്ച് തള്ളുന്ന ഈ മാധ്യമങ്ങളോട് എനിക്ക് സംസാരിക്കാൻ മനസ്സില്ല എന്ന് ഒരു മന്ത്രിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഒരു ചുക്കും ചെയ്യാനാവില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ്. ഒരു ചുക്കും ചെയ്യാനാവില്ല എന്നുറപ്പ് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളതുകൊണ്ടാണ്. അതില്ലാത്തവർക്ക് ഈ മാധ്യമങ്ങളുടെ പാദസേവ നടത്തേണ്ടി വരും, അവരുമായിട്ട് ചങ്ങാത്തം കൂടേണ്ടി വരും, അവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കേണ്ടി വരും, അവരിങ്ങനെ വിരലിനൊടിച്ച് വിളിച്ചാൽ തുള്ളുന്നവരായിട്ട് മാറും. അതാണ് UDF BJP നേതാക്കളുടെ സ്ഥിതി. ആ മാധ്യമങ്ങളുടെ ചൊൽപ്പിടിക്ക് നിൽക്കാൻ മനസ്സില്ല എന്ന് ജലീൽ പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നിങ്ങൾ മനസ്സിലാക്കണം, അത് അസാമാന്യമായിട്ടുള്ള ധൈര്യം കൊണ്ടാണ്, തെറ്റ് ചെയ്യാത്തവൻ്റെ ധൈര്യം കൊണ്ടാണ്. ഇനി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ എങ്ങനെയാണ് ആദ്യം വാർത്ത വന്നതെന്ന് നമ്മളെല്ലാം കണ്ടു. ആദ്യം വാർത്ത കൊടുത്തത് 2 മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നു പീപ്പിളും മറ്റൊരു മാധ്യമവും ഇതുപോലെ വാർത്ത കൊടുത്തിരുന്നു. ഈ ജലീലിനെ ഇനി ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. ഏത് തരത്തിലുള്ള ഇടപെടലാണ് പിന്നീട് ഉണ്ടായത് എന്നും പിന്നെ EDയെക്കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രതികരണം എങ്ങനെ വന്നു എന്നെല്ലാം എല്ലാവർക്കും അറിയാം. കാരണം ഇതിങ്ങനെ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണല്ലോ പരിശ്രമം. അതിനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. എന്നിട്ട് ഇന്ന് ഒരു പത്രം ഈ ക്യാമ്പയിൻ്റെ മുമ്പിലുള്ള ജലീൽ ഹത്യയുടെ മുമ്പിൽ കഴിഞ്ഞ 2 മാസമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള ഒരു പത്രം, ഞാനതിൻ്റെ പേരൊന്നും പറയുന്നില്ല, കേരളത്തിലെ 2ാമത്തെ പത്രമാണ്, അവർ ഞങ്ങളെക്കാൾ 10 ലക്ഷം പിന്നിലാണ് എന്ന് 1ാമത്തെ പത്രം പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ പത്രം, 2ാമത്തെ പത്രം, 10 ലക്ഷം പിന്നിൽ നിൽക്കുന്ന പത്രം, ഇന്ന് ക്ലീൻ ചിറ്റില്ല എന്ന് വലിയ ബാനർ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ള
വാർത്ത ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരങ്ങൾ തേടുന്നത് പ്രോട്ടോകോൾ ലംഘനത്തിൽ, മനസ്സിലായില്ലേ? പ്രോട്ടോകോൾ ലംഘനത്തിലാണ് ED ജലീലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുന്നത്. ഇതാണ് ഈ വലിയ ബാനർ ഹെഡിങ്ങിന് കീഴിലുള്ള വാർത്ത. ഞാനായിട്ടൊരു പരസ്യം കൈരളി വഴി പീപ്പിൾ വഴി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പത്രത്തിന്. ഇതാണ് ക്ലീൻ ചിറ്റില്ല എന്ന വാർത്ത. അതിന് താഴെ പ്രോട്ടോകോൾ ലംഘനത്തിനാണ് വിവരങ്ങൾ തേടുന്നത്. ഇതുപോലെ മനുഷ്യരെ കബളിപ്പിക്കാൻ, വായനക്കാരെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലത്രേ. ഇതേ പത്രമാണ് മിനിഞ്ഞാന്ന് വാർത്ത കൊടുത്തത് 17,000 കിലോ ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തതിൽ ദുരൂഹത എന്ന് കോൺസുലേറ്റിലേക്ക്. ഇനി കോൺസുലേറ്റിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് സമാധാനം പറയേണ്ടത്? കസ്റ്റംസ് ക്ലിയറൻസ് കൊടുത്ത കേന്ദ്ര സർക്കാർ. പിന്നെ ആരാ? അറ്റാഷെ. അദ്ദേഹത്തിൻ്റെ ഇതിലാണല്ലോ വന്നത്. പക്ഷേ പിന്നീട് 1 മണിക്കൂറിനകം വാർത്ത പൊളിഞ്ഞു. എന്താണ് വസ്തുത പുറത്തു വന്നത്? 2017 മെയ് 27 ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തതാണ് UAE പ്രസിഡന്റ് കേരളത്തിലെ രാജേഷിലേക്ക് വരാം. എന്താ കാരണം വെച്ചാൽ രാജേഷിലേക്ക് വരും. എന്താ കാരണം വെച്ചാൽ രാജേഷ് എന്തായാലും എനിക്കൊരു എന്താ പറയണ്ട ക്യൂ ഇട്ട് തന്ന നന്നായി. ബഹുമാനായിട്ടുള്ള ശ്രീ നമ്പൂതിരിയിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ക്ഷമിക്കണം. എന്താ കാരണം വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. വേറൊന്നും കൊണ്ടല്ല, വിദ്യാർത്ഥിയായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് നല്ല രംഗത്തൊക്കെ ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. പക്ഷെ ഞാൻ ചില സമയത്ത് ചില കാർഡുകളോ അല്ലെങ്കിൽ ചില തെളിവുകളോ നിരത്തുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാകും. ദയവ് ചെയ്തിട്ട് അസ്വസ്ഥനാകരുത്, ഞാൻ പറയുന്നത് കേൾക്കുക. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു വ്യക്തമായൊരു വിധിന്യായം പുറപ്പെടുവിച്ചു. ആ വിധിന്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ഈ പരിപാടിയിൽ ഞാൻ പറയുന്നതാണ്, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ സ്ക്രൂട്ടിനിക്ക് വിധേയരാകണം, ഓഡിറ്റിങ്ങിന് വിധേയരാകണം, വിമർശനത്തിന് വിധേയരാകണം, അക്കൗണ്ടബിലിറ്റി വേണം. വേറെ ആരെങ്കിലും നമ്മളെ പിടിച്ച് തളയ്ക്കണം എന്നുള്ളതല്ല, സ്വയമെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളത്. ഇപ്പോൾ രാജേഷ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കറിയാൻ വേണ്ടി എന്താണ് സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച്. ആ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നൊരു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളാണ്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, നമ്മുടെ മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് KM ജോസഫ് ഉൾപ്പെടെയുള്ള 3 അംഗ ബെഞ്ച് എന്താണ് ടെലിവിഷനുകളെക്കുറിച്ച്, മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് നോക്കാം. മാധ്യമപ്രവർത്തകർക്ക് ഉള്ളത് മറ്റ് പൗരന്മാർക്ക് ഉള്ള സ്വാതന്ത്ര്യം മാത്രമെന്ന് ജസ്റ്റിസ് KM ജോസഫ്. അധികമായിട്ട് ഒരു അധികാരവും ഇല്ല എന്ന് ചുരുക്കം. അമേരിക്കയിലേതുപോലെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക സ്വാതന്ത്ര്യം ഇവിടെയില്ല. ഞാൻ അല്പം പഠിച്ചുകൊണ്ട് പറയുകയാണ് ഇക്കാര്യത്തെക്കുറിച്ച്. അതായത് അമേരിക്കയിലെ 1ാം ഭരണഘടനാ ഭേദഗതി മീഡിയ ഫ്രീഡത്തെ മുൻനിർത്തിയായിരുന്നു. ചില ചാനലുകളിൽ ചർച്ചകളിൽ കൂടുതൽ സമയം സംസാരിക്കുന്നത് ആങ്കർമാർ. ഡൊമിനിക് പ്രസന്റേഷൻ ഞാൻ അത്ര സംസാരിക്കാറില്ല, എന്നെക്കുറിച്ചല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്നുകൊണ്ട് തന്നെ ഞാൻ തിരുത്തുന്നില്ല. അടുത്തത്, പാനലിസ്റ്റുകളെ സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു കാരണവശാലും ഈ കൈരളി ന്യൂസിൻ്റെ ഈ പറഞ്ഞ ന്യൂസ് ആൻഡ് വ്യൂസിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതി എൻ്റെ സ്നേഹിതന്മാരായ ഡൊമിനിക് പ്രസന്റേഷനും രാജേഷിനും ശ്രീ നമ്പൂതിരിക്കും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്തത്, ചില അവസരങ്ങളിൽ പാനലിസ്റ്റുകളുടെ മൈക്ക് പകുതി ഓഫ് ചെയ്യും. ഞാൻ ഒരിക്കലും ഓഫ് ചെയ്തിട്ടില്ല. ഇത് സുപ്രീം കോടതി പറഞ്ഞ കാര്യം കേട്ടോ, ഒരിക്കലും ഞാൻ ഓഫ് ചെയ്യില്ല. അടുത്തത്, ചർച്ചകളിൽ നിഷ്പക്ഷരായ മാധ്യമപ്രവർത്തകരെയാണ് ആവശ്യമെന്നും ജസ്റ്റിസ് ജോസഫ്. ഇതാണ് പ്രധാനം. ഇനി അടുത്തത്, ഇനി MP രാജേഷ്, ഞാൻ ശ്രീ നാരായണ നമ്പൂതിരിക്ക് വരെ MP രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. എന്താ കാരണം, എന്ത് തീവട്ടി കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഇൻവേർട്ടർ കോമ കോൺസുലേറ്റിൻ്റെ മറവിൽ എന്തു ഭീകരമായിട്ടുള്ള കൊടിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. 17,000 കിലോ സ്വർണം ഈ പറഞ്ഞ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുവന്നാൽ അത് ഉണ്ടാക്കാവുന്ന വിപത്ത് എന്താണ്, ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഞാൻ അന്താളിച്ചിരുന്നു. ഒന്ന് നോക്കുക. ഇതാണ് പ്രധാനമായി വന്ന വാർത്ത. 3.5 വർഷത്തിനിടെ 17,000 ടൺ ഈത്തപ്പഴം കോൺസുലേറ്റ് ഇറക്കുമതി ചെയ്തു. അതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചു തരാം. ഈത്തപ്പഴം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. കൊണ്ടുവന്നത് കോൺസൽ ജനറലിൻ്റെ ആവശ്യത്തിനെന്ന പേരിൽ.
ഇത്രയും ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തതിൽ അസ്വാഭാവികത, ദുരൂഹതയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച് വേർഡ്. സ്വർണം പിടിച്ച നയന്ത്ര ബാഗിലും ഈന്തപ്പഴം. അപ്പൊ ഈന്തപ്പഴത്തിനൊരു സ്വർണവുമായിട്ടൊരു ലിങ്ക് ഉണ്ട്, ചെറുതല്ല, ഒരു ലിങ്ക് ഉണ്ട്. ഇനി നോക്കാം അത് എങ്ങനെ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതെങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചതെന്നും കൂടെ കാണാം. നോക്കട്ടെ, നോക്കുക. ഇത് കണ്ടോ, ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കാണുക, നമ്മുടെ കണ്ണും മാത്രമല്ല, കണ്ണും കാതും ചങ്ക് ഇടിക്കുന്നൊരു വാർത്തയാണ്. രാജേഷേ, ഞാൻ ഇപ്പൊ തിരിച്ചു വരാം. തൊട്ടപ്പുറത്ത് നോക്കുക, ഇതേ വാർത്ത 2 വർഷം മുമ്പ് ഹിന്ദു കൊടുത്തിരുന്നു. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി UAE രാജാവ് ഇങ്ങോട്ട് കയറ്റി അയച്ച് അത് വിതരണം ചെയ്യുന്ന ചടങ്ങുകളുടെ പടങ്ങളെല്ലാം അന്ന് ഈ പറയുന്ന എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു, ടെലിവിഷനിലും വന്നിരുന്നു. ഈന്തപ്പഴം സ്പെഷ്യൽ സ്കൂളുകൾ, ശ്രദ്ധിക്കുക, സാധാരണ സ്കൂളല്ല, സ്പെഷ്യൽ സ്കൂളുകൾ, അതായത് എന്താ പറയുക, പ്രത്യേക കഴിവുള്ള കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സെയ്ദ് അൽ നഹ്യാന്റെ സമ്മാനം. ഇതാണ് വന്നിരുന്ന വാർത്ത. പ്രസിഡന്റ് സമ്മാനം റംസാൻ മാസക്കാലത്ത്. ഈന്തപ്പഴ പാക്കറ്റ് നൽകിയത് കേരള ജനതയോടുള്ള പ്രത്യേകം സ്നേഹം കണക്കിലെടുത്ത് എന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം വാർത്തകൾ കൊടുത്തു. സംശയം വേണ്ട, എല്ലാവരും വാർത്ത കൊടുത്തു. പ്രത്യേക സ്നേഹം. പൂജപ്പുര ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് UAEയുടെ ഈന്തപ്പഴ പാക്കറ്റ് നൽകിയത് മുഖ്യമന്ത്രി. അതും പ്രധാനപ്പെട്ട വാർത്തയായി വന്നു. ശ്രീ നാരായണൻ നമ്പൂരി, നിങ്ങൾ ഈ പത്രക്കാരെ നമ്പിയിട്ട് ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നമ്പൂരി? പറ്റുമോ? ഒരു ബബിള് പോലെ സെക്രട്ടേറിയറ്റിന് തീയിട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പ്രസംഗിച്ചിട്ട് 48 മണിക്കൂറിന് മുമ്പ് അതിൻ്റെ ആയുസ് പോയതാണ്. അതുപോലൊരു ബബിളാണ്. കേരളത്തിലെ പ്രമുഖ പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാനിപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ തൊലിയുരിക്കുന്നവരെ തൊലിയുരിച്ച് തന്നത്. നമ്പൂരി പറ. എനിക്ക് വളരെ അടുത്ത ഇഷ്ടമുള്ള നമ്പൂരി, വളരെ സൗമ്യനാണ്, വസ്തുതകളോട് ബഹുമാനമുള്ള ആളാണ്. ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷനെ പോലെ തന്നെ, ഡൊമിനിക് പ്രസൻറ്റേഷൻ കൊണ്ടെന്ന് വെച്ചാൽ സപ്തതി കഴിഞ്ഞുകൊണ്ട് ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിന് കളവ് പറയാൻ വന്നെങ്കിൽ തന്നെയും സത്യം പറയാനുള്ളൊരു വെമ്പലുള്ള ആളാണ്. താങ്കളും അതുപോലെയുള്ള ആളാണ്. പറയൂ ശ്രീ നമ്പൂതിരി, ഇങ്ങനെയാണോ നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ക്രൂശിക്കേണ്ടത്? ബബിളുകളാണോ നമുക്ക് വേണ്ടത്? അതെയോ സുപ്രീം കോടതി പറഞ്ഞ പോലെ സത്യത്തിൻ്റെ പുറകെയല്ലേ മാധ്യമങ്ങൾ പോകേണ്ടത്? നിങ്ങൾ സ്വർണം കൊണ്ടുവന്നവരെ പിടിക്കേ, പക്ഷേ ജനങ്ങളുടെ തലയ്ക്കുള്ളിലേക്ക് ഇതുപോലുള്ള ക്രൂരതകൾ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ശ്രീ നമ്പൂതിരി, അല്പ ധാർമ്മികരോഷത്തോടെ ഞാൻ പറഞ്ഞ കാരണം വെച്ചാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ വിഭാഗത്തിന് കുറച്ചും കൂടി സത്യസന്ധത വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പറയൂ സർ, ഫ്ലോർ ഈസ് യുവേഴ്സ്. ബ്രിട്ടാസിനെ പോലെ ഒരു സീനിയർ പത്രപ്രവർത്തകൻ വിളിച്ചതുകൊണ്ടാണ്, മാധ്യമപ്രവർത്തകൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കിട്ടിയതുകൊണ്ടാണ് ഞാൻ വന്നത്. ശാരീരികമായി ശബ്ദത്തിന് ഒരല്പം ഇടർച്ച അനുഭവപ്പെടുന്നുണ്ട്, അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒരാഴ്ചയായി. അതുകൊണ്ട് വോയിസ് റെസ്റ്റിലിരിക്കുകയായിരുന്നു. പക്ഷേ ബ്രിട്ടാസിനെ പോലെ വളരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ ഒരാൾ നടത്തുന്ന ഒരു ഷോയിൽ അങ്ങ് പറഞ്ഞ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിലെ ആ വാക്കുകളാണ് ഞാൻ ഓർക്കുന്നത്. മാധ്യമപ്രവർത്തകൻ നിഷ്പക്ഷനായിരിക്കണം, പ്രത്യേകിച്ച് ആങ്കർ. അപ്പോൾ താങ്കൾ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാണെങ്കിലും ഈ കസേരയിലിരിക്കുമ്പോൾ താങ്കൾ നിഷ്പക്ഷനായിരിക്കും എന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം താങ്കൾ മാധ്യമധർമ്മം പൂർണ്ണമായി പാലിക്കുന്നയാളാണ്. താങ്ക് യു ശ്രീ നമ്പൂരി. അതായത് മാധ്യമധർമ്മം പാലിക്കുന്ന ആളാണ് താങ്കൾ പറഞ്ഞതിന് എനിക്ക് താങ്കളോട് എന്താ പറയാ, കൃതജ്ഞതയുണ്ട്, നന്ദിയുണ്ട്. താങ്ക് യു. അല്ല, സ്വാഭാവികമായി വേണമല്ലോ. കാരണം താങ്കൾ എന്നെയും കിട്ടുന്ന സമയത്തെല്ലാം താങ്കൾ എന്നെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണല്ലോ. എന്നെയും അതേപോലെ വളരെ നന്നായി എന്നെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ പരസ്പര ബഹുമാനം വേണമല്ലോ. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വേണമല്ലോ. ഈ ഡൊമിനിക് പ്രസന്റേഷൻ 70 വയസ്സായി. അതുകൊണ്ട് അദ്ദേഹം സത്യം ഉണ്ടാകുമ്പോൾ, സത്യം പറയാനൊരല്പം പറയേണ്ടി വരുമ്പോൾ ഒരു വാക്ക് പറഞ്ഞല്ലോ. 70 വയസ്സായെന്നൊരു തൊരി
ഒരു സെക്കൻഡ് സംഭൂരി, അത് പറയാൻ കാരണം വെച്ചാൽ ഒരു അഭിമുഖത്തിൽ ലീഡർ എന്നോട് പറഞ്ഞാണ് സപ്തതി കഴിയുമ്പോൾ സത്യം പറയണമെന്ന് ലീഡർ പറഞ്ഞാണ്. അത് ഇനി ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ചോദ്യം ചെയ്തത് ആ ഇന്റർവ്യൂവിന്റെ കോപ്പിനെടുത്തിട്ടുണ്ട്. ലീഡർ എന്നോടൊരു ഇന്റർവ്യൂ പറഞ്ഞാണ് സപ്തതി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കൊടുക്കണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അതാ ഉദ്ധരിച്ചത്. എന്താണെങ്കിലും ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വരുന്ന വാർത്തയുടെ പുറകെ പോകേണ്ട ആവശ്യം ബി ജെ പിക്കില്ല. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമത്തിൽ വരുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടല്ല ബി ജെ പിയുടെ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുന്നത്. ബി ജെ പിക്ക് പൂർണ്ണ ബോധ്യമുള്ള, ബി ജെ പിക്ക് തിരിച്ചറിവുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വർണം വന്നു, കസ്റ്റംസിൻ്റെ പരിശോധനയിൽ സ്വർണമുണ്ട് എന്ന് കണ്ടു. സ്വാഭാവികമായി ആ വിഷയം ആരംഭിച്ചപ്പോൾ തൊട്ട് ബി ജെ പി എടുക്കുന്ന ഒരു നിലപാട്, ഈ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്ന സമയത്ത് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ വിഷയങ്ങളിലും ബി ജെ പി നിലപാട് സ്വീകരിക്കുന്നത് ഏതെങ്കിലും മാധ്യമ വാർത്തയെ കുറിച്ചല്ലല്ലോ, മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ലോ. ബി ജെ പി ഉന്നയിച്ച കാര്യങ്ങൾ പിന്നീട് ശരിയാണ് എന്ന് കേരളം കാണുകയും ചെയ്തതാണ്. അതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് വളരെ എന്താ പറയേണ്ട സമചിത്തത നഷ്ടപ്പെട്ട് സംസാരിക്കേണ്ടി വരികയും ഒരു സംസ്ഥാന അധ്യക്ഷനോട് ഞാൻ പത്രസമ്മേളനത്തിലല്ല മറുപടി പറയുന്നത് എന്നുള്ള ഭീഷണിയുടെ ധ്വനിയോടെ സംസാരിക്കേണ്ടി വരുന്നതും. സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി വരുമ്പോൾ അതിൻ്റെ ആരോപണത്തിൻ്റെ കുന്തമുന തനിക്ക് നേരെ വരുന്നു എന്നുള്ള ഒരു ഭയം, ആ ഭയം ഉണ്ടായില്ലേ? ഇത് കേവലം കള്ള ആരോപണങ്ങളാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ നോക്കൂ, കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ് സൂചിപ്പിച്ച ലീഡർ അടക്കം എന്തെല്ലാം ആരോപണങ്ങൾ കേട്ടു. ലീഡറിൻ്റെ മകനെക്കുറിച്ച് ദുബായിൽ നിന്ന് വന്ന പെട്ടി അടക്കമുള്ള കാര്യങ്ങൾ ഞാനും രാജേഷിൻ്റെ പാർട്ടിയും എൻ്റെ പാർട്ടിയും അടക്കമുള്ളവർ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. ലീഡറെ കരിങ്കാലി കരുണാകരനിൽ നിന്ന് എത്രയോ വട്ടം വിളിച്ചു, പക്ഷെ ശോഭിച്ചിട്ടില്ല. ഈ പരാതി പറഞ്ഞ ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചൊന്നും ശോഭിച്ചിട്ടില്ലോ. സഖാവ് അച്യുതാനന്ദന്റെ കാലത്ത് എന്തെല്ലാം അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ആരോപണം വിഷയത്തിലേക്ക് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടില്ലേ? അപ്പൊ സ്വാഭാവികമായി ഞാൻ പറഞ്ഞത് മാധ്യമത്തിൽ എന്ത് വരുന്നു എന്ന് പറയേണ്ട ബാധ്യത ബി ജെ പിക്ക് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ബി ജെ പി പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അത് ഓൺ ചെയ്യാനും അതിനെക്കുറിച്ച് വിശദീകരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും മാധ്യമത്തെക്കുറിച്ച് ഞാൻ എന്തിനു പറയണം? ഓക്കെ, വ്യക്തമായി. ശ്രീ നമ്പൂരിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ നിഷാദ്, അതായത് സമരം തുടരും, അതാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ നമ്പൂതിരിയും പറയുന്നത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, ഇൻവെർട്ടർ കോമ ഏത് വഴിക്ക് എന്നുള്ളതൊക്കെ പിന്നീട് ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേങ്കിൽ ജലീലിൻ്റെ രാജിക്ക് വേണ്ടിയിട്ട് ഉള്ള സമരം മുമ്പോട്ട് പോകും. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. അവിടെ കോവിഡ് മാനദണ്ഡങ്ങളോ മറ്റൊന്നും യാതൊരു തരത്തിൻ്റെ ഒരു തടസ്സമാകുന്നില്ല. തീർച്ചയായിട്ടും ഞാനിപ്പോൾ വരുമ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം കേൾക്കുന്നത് വളരെ തമാശ തോന്നി. അതായത് മാധ്യമ വാർത്തകളുടെ പുറകിലല്ല ബി ജെ പി പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു പൊളിഞ്ഞൊരു മാധ്യമ വാർത്ത ശ്രീ നമ്പൂരിയെ കാണിച്ചു കൊടുത്തു. അല്ലല്ല, ഈ അതുകൊണ്ടാണ് നമ്പൂരി പെട്ടെന്ന് മാറിയത്. മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ പണിയെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണിപ്പം പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയും യു ഡി എഫും വിശിഷ്യ കോൺഗ്രസും ലീഗും ഒരു വശത്തും പൊതുജനം മറ്റൊരു വശത്തുമാണ്. അവിടെ സി പി എമ്മോ അല്ലെങ്കിൽ എൽ ഡി എഫോ അല്ല. ഞാൻ ഒട്ടും ബയാസ്ഡ് അല്ലാതെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഈ സമരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ജലീലിൻ്റെ അടുത്ത് ഈ അസുഖം തുടങ്ങിയിട്ട് കുറേ നാളായി. കാര്യം മലപ്പുറം എന്ന് പറഞ്ഞ പച്ച മണ്ണ് ചുവന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പല തലത്തിലും ജലീലിനെ എതിർക്കാൻ വേണ്ടി ഇന്നും ഇന്നലെയും തുടങ്ങിയതില്ല. 2006 കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ അതിനും കുറച്ച് മുമ്പ് ലീഗ് വിട്ട് പുറത്ത് വന്ന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മലപ്പുറത്തിൻ്റെ മണ്ണിൽ തീർച്ചയായിട്ടും ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച് ജലീൽ അവിടെ വെന്നിക്കുടി പാറിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ജലീലിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യം സ്വർണ്ണക്കടത്തിൻ്റെ വിഷയം വന്നു. 21 തവണ ഇവിടെ സാറിനറിയാം, 21 തവണ ഈ പറയുന്നത് പോലെ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജായിട്ട് സ്വർണം വന്നു എന്നാണ് പറയുന്നത്. 21ാമത്തെ തവണയാണ് പിടിക്കപ്പെടുന്നത്. സ്വർണ്ണക്കടത്തിൽ ആരംഭിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തുടങ്ങിയിട്ട് അവർ ഓരോ ദിവസവും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഉണ്ടയില്ലാ വെടികളാണ്.
പി കെ ഫിറോസിനെ പോലെ ഈ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പി കെ ഫിറോസിനെ പോലെയുള്ള യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് ജലീലിനെ അടിക്കാനാണ് നോക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ കൊട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നതിന് തുല്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റേതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. താങ്കളും ശ്രദ്ധിച്ച് കാണും. അതായത് ഞങ്ങളുടെ മുഖ്യ ശത്രു BJP അല്ല, നമ്മുടെ മുഖ്യ ശത്രു CPM ആണ്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജലീലിനെ എങ്ങനെ കോർണർ ചെയ്യാം, അതിന് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ BJP എടുത്തിരിക്കുന്ന കൊള്ളാം. BJPക്ക് സ്വാഭാവികമായിട്ടും ജലീലിനോടും അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തോടും ഖുറാൻ്റെ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ മറ്റൊരു തരത്തിലൊരു വിഷയമുണ്ടാക്കാനും സമരമുണ്ടാക്കാനും അവർക്ക് താല്പര്യമുണ്ടാവും. അവർ പ്രകോപനപരമായ സമരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസും ലീഗും അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തിൽ നടക്കുന്ന ഈ സമര ആഭാസത്തെ കേരളത്തിലെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുമെന്നുള്ള. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇന്ന് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് UAPA കേസുണ്ട്. നമുക്കെല്ലാം UAPA കേസ് പ്രകാരം 180 ദിവസം വരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നവരെ ഒരു ആളെ നമുക്ക് ജയിലിലടയ്ക്കാം. സമയമുണ്ട്, മറ്റേത് കേസിനേക്കാളും ഡബിൾ സമയമുണ്ട്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ റമീസാണ് ഈ കള്ളക്കടത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഈ അന്വേഷണ ഏജൻസികൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞത്. ആ മുഖ്യ സൂത്രധാരനെ മുൻനിർത്തി ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ സാമ്പത്തിക കുറ്റകൃത്യം കൈകാര്യം ചെയ്യുന്ന കോടതി കസ്റ്റംസിൻ്റെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകി. ഇന്ന് സംഭവിച്ചതാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, നമുക്ക് ഈ വിവാദങ്ങളുടെ ഇടയിലൂടെ നമ്മൾ സത്യം കാണാതെ പോകുകയാണോ? സമരങ്ങളിൽ നമ്മൾ ബഹുദൂരം അതിവേഗം മുമ്പോട്ട് പോകുമ്പോൾ സത്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിവേഗം പിന്നോട്ട് പോവുകയാണോ? എനിക്ക് ഒരു സാധാരണ പൗരനിലയിൽ വന്ന ഒരു ആശങ്കയാണ്. നമ്മൾ എവിടെയോ ആരോ പറഞ്ഞ പോലെ മരം കണ്ടിട്ട് അല്ലെങ്കിൽ കാട് കാണാതെ പോകുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എവിടെയൊക്കെയോ ദിശ തെറ്റിപ്പോകുകയാണോ? താങ്കളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും? ജലീലിൻ്റെ തലയെടുത്തോളൂ, ഒരു കുഴപ്പമില്ല, കിട്ടുവാണേൽ എടുക്ക്. അതിന് മുമ്പ് എനിക്ക് ശ്രീ നിഷാദിനെ പറഞ്ഞതിനെക്കുറിച്ച് ഒരു റിപ്ലൈ പറയാനുണ്ട്. അദ്ദേഹം ഇവിടെ നിങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിച്ചത് അദ്ദേഹം എന്തോ സ്വതന്ത്രനായ ഒരു നിരീക്ഷകനെന്നാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴ് എവിടെയാണ് നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം എന്ത് വെച്ചാൽ ഈ സമര ആഭാസം എന്ന് പറഞ്ഞത്? അങ്ങയുടെ അവകാശം ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ അങ്ങൊരു സ്വതന്ത്ര നിരീക്ഷകൻ അല്ല എന്നുള്ളത് വെളിവായല്ലോ. എന്താ അതിനു മുമ്പ് ഒരു വാചകം പറഞ്ഞു, കോൺഗ്രസ് ലീഗ് ഒരു സൈഡും ജനങ്ങളും മറു സൈഡാന്നാണ്. അങ്ങാണ് ജനങ്ങളുടെ പ്രതിനിധി. അങ്ങക്ക് എന്താ അവകാശം പറയാനായിട്ട്? പക്ഷേ അങ്ങയുടെ ആ സ്വതന്ത്ര വേഷം ഊരി വീണില്ലേ? ഇപ്പൊ അങ്ങ് ശരിക്ക് അങ്ങല്ലല്ലോ, അങ്ങ് സ്വതന്ത്ര നിലപാടല്ലല്ലോ. അങ്ങ് ഇടതുപക്ഷത്തിന്റെ വാക്താവായിട്ട് വന്നിരിക്കല്ലേ അവിടെ. അങ്ങ് രാജേഷിന് കൂടെ പറഞ്ഞോളൂ, അതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് സ്വതന്ത്ര ഭാഷ ഒന്നും വേണ്ട. ബ്രിട്ടാസ് വളരെ ബുദ്ധിമാനായ പത്രപ്രവർത്തനാണ്. അദ്ദേഹം എപ്പോഴും കൊണ്ടുവരുന്ന ഇതുപോലെ സ്വതന്ത്രന്മാരെ, അത് അവരുടെ സ്വതന്ത്രം എന്ന് പറയുന്നത് അവരുടെ ശരിക്കും മുഖം മൂടി മാറ്റിയാൽ അവരൊക്കെ റെഡ് തന്നെയാണ്, ചുവപ്പാണ് അവര്. അതാദ്യം പറയട്ടെ. രണ്ടാമതുള്ളത് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, മറ്റ് ചാനലുകളിൽ വരുന്ന സ്വതന്ത്രന്മാരെക്കാളും സ്വാതന്ത്ര്യമുള്ളവരവര്. മറ്റ് ചാനലുകളിൽ സ്വതന്ത്ര പരിവേഷം അണിഞ്ഞു വരുന്നവരെക്കാളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ഈ നിഷാദ് നമുക്കൊക്കെ അറിയാവുന്ന നല്ലൊരു സിനിമാ സംവിധായകനാണ്, നിഷ്പക്ഷമായ രീതിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. ഇന്ന് സ്വതന്ത്രം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ കമന്റ് ചെയ്യുന്നവര് അവരവരുടെ രാഷ്ട്രീയമല്ലേ പറയണേ. എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? നന്നായിട്ട് പറയൂ, താങ്കൾ പറയൂ. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമല്ല ഞാൻ പറഞ്ഞത്. നിഷാദിന് രാഷ്ട്രീയമുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞത് നിഷാദിന് ഇപ്പൊ പറഞ്ഞ കാഴ്ചപ്പാട് വെച്ച് അദ്ദേഹത്തെ സ്വതന്ത്രമായിട്ട് എനിക്ക് അടക്കാൻ കഴിയില്ല, അതാ ഞാൻ പറഞ്ഞത്. രണ്ടാമത് സമരത്തെ കുറിച്ച് പറയാം. ഞാനിന്ന് എറണാകുളത്ത് മർദ്ദനമേറ്റ KSUക്കാരെ കണ്ടിട്ട് വരികയാണ്. 10 പേര് കിടക്കുക. അജ്മൽ എന്ന് പറയും ഞങ്ങളുടെ KS സംസ്ഥാന സെക്രട്ടറി, അവൻ്റെ കാലടിച്ച് പൊളിച്ച് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. 10 കൂട്ടം തല്ലി തകർത്തു. എനിക്ക് ഓർമ്മ വന്നത് 53 വർഷം മുമ്പ് എറണാകുളത്തെ സമരം നടന്നിരുന്നു, മുരളി സമരം. അന്ന് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പരീക്ഷ ചെയ്ത കുട്ടികളെ അടിച്ച് തകർത്തു. അധ്യാപകനെ തല്ലി അദ്ദേഹം 45 ദിവസം ജല ഹോസ്പിറ്റൽ. അന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. എന്താണെന്നറിയോ?
ഓർപ്പിക്കുകയാണ്. ആ വിളിച്ച മുദ്രാവാക്യം ചീഫ് മിനിസ്റ്റർ EMS, ഹോം മിനിസ്റ്റർ EMS, ബ്ലഡ് സക്കർ EMS, സ്റ്റോപ്പ് ബ്രൂട്ടാലിറ്റി. എന്റെ മനസ്സിൽ വന്ന മുദ്രാവാക്യം അതാണ് എന്ന് കണ്ട കാഴ്ച. ഊർജമുള്ള ചെറുപ്പക്കാർ എന്താ ചെയ്തത്? താങ്കളന്ന് ആൽബർട്ട് കോളേജിന്റെ ചെയർമാനായിരുന്നില്ലേ? കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നില്ലേ? ആൽബർട്ട് കോളേജിലെ ചെയർമാനായിരുന്നില്ലേ? ഇത്രയധികം ബ്രൂട്ടാലിറ്റി പോലീസ് കാണിക്കാവോ? അതിനെയാണ് തീർച്ചയായിട്ടും അതിനുശേഷമാണത്. തീർച്ചയായിട്ടും അതിനുശേഷം ഈ സമരത്തിന് ശേഷമായിരുന്നത്. ഇത് 67-ക്കാരെ ഞാൻ പറയുന്നത് നിങ്ങൾ സംസ്ഥാനമൊട്ടാകെ ചെറുപ്പക്കാരെ തല്ലി തകർക്കുകയാണ്. അതിനൊക്കെയാണ് നിഷാദിനെ പോലുള്ള സ്വതന്ത്രന്മാരെ ആഭാസം എന്ന് വിളിക്കുകയാണ്. ആ കുട്ടികൾ എന്ത് പഠിച്ചു? അവര് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ശ്രീ ജലീൽ. ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ഒരു കേസിൽ പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ED ക്വസ്റ്റ്യൻ ചെയ്തു, നാളെ NIA വരാൻ പോകുന്നു. എങ്ങനെ അഭിമാനപൂർവ്വം ഏത് വിദ്യാർത്ഥിക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച്? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികളുടെ വികാരമുണ്ട്, അതുകൊണ്ട് അവർ സമരം ചെയ്യും. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇവിടെ അന്വേഷണം ഇപ്പം അങ്ങ് മറ്റേ ആൾക്ക് ജാമ്യം കിട്ടും പറഞ്ഞല്ലോ, 60 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഏജൻസിക്കാണ്. അത് ആ ചാർജ് ഷീറ്റ് യഥാസമയം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏജൻസിക്കുണ്ട്, കസ്റ്റംസിനുണ്ട്. അവരത് ചെയ്യണം. ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാതെ. പക്ഷേ ഇപ്പോഴും സംശയത്തിൽ നിലനിൽക്കുന്നു മറ്റേ ശ്രീ ജലീൽ. ഇന്ന് ഞാൻ ജലീലെ ഈ ഇത് കൊടുത്ത 2 സ്ഥലമുണ്ട്, ഒന്ന് ആലത്തൂരും പന്താവൂരും. അവിടുത്തെ 2 മുസ്ലിം ഖാസിമാരുടെ സ്റ്റേറ്റ്മെൻറ്റ് ചാനലിൽ കണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ ഖുർആൻ ചോദിച്ചിട്ടില്ല, കെട്ടിയേൽപ്പിച്ചതാണ്. ഇപ്പോഴും ഞങ്ങൾ കൊടുത്ത 2 എടുത്തിട്ട് ബാക്കി വണ്ടിരിക്കുകയെന്ന് പറയും. എന്തിനു വേണ്ടിയായിരുന്നു? ആരും ചോദിക്കാതെ ഈ സാധനം കൊണ്ടുവന്ന ഇത്ര വിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആനെ പോലും ഇത് അപഹസിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചില്ലേ? എന്ത് കാര്യം ജലീലിന്? അപ്പോഴാ ഇതിലൊക്കെ എന്തോ ദുരൂഹതയുണ്ട്. അത് അന്വേഷിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു ജലീലിന്റെ കൈകൾ ശുദ്ധമല്ല. ഓക്കെ, വ്യക്തം. രാജേഷ്, നിങ്ങൾ ഈ കുട്ടികളെ തെരുവിൽ ഇങ്ങനെ ചർച്ചകൊണ്ടിരിക്കുകയാണ്. 60കളില് ഈ പറഞ്ഞ ഇതുപോലുള്ള ക്രൂരതയ്ക്കെതിരെ ഇൻവെർട്ടർ കോമ മുദ്രാവാക്യം പിടിച്ച ശ്രീ ഡൊമിനിക് പ്രസന്റേഷന് ധാർമ്മിക രോഷം വരുവാണ്. പക്ഷെ അന്ന് മുദ്രാവാക്യം പിടിച്ചതിന് ഗുണമുണ്ടായി എന്ന് വെച്ചാൽ അതിനുശേഷമാണ് അദ്ദേഹം ആൽബർട്ട് കോളേജിന്റെ കോളേജ് യൂണിയൻ ചെയർമാനാകുന്നത്. അതൊക്കെ എനിക്കറിയാം കഥ. അദ്ദേഹത്തിന്റെ ജീവിത ബന്ധാവുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇവിടെ KSUക്കാർക്ക് അടികൊണ്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം 67-ലെ EMS സർക്കാരിനെതിരായ സമരമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ആ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള സമരമായിരുന്നു എന്ന് ആലോചിച്ചോളണം. ആ സർക്കാരിനെ കേന്ദ്രത്തെ ഉപയോഗിച്ച് പിരിച്ചുവിട്ടു 69-ൽ. അപ്പോൾ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി അന്ന് നടത്തിയ സമരത്തിൽ KSUക്കാർക്ക് അടികൊണ്ടതിനെ കുറിച്ചാണ് ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഓർമ്മ വരാൻ വളരെ ന്യായമായ കാരണമുണ്ട്. കാരണം ഈ സർക്കാരിനെതിരായിട്ടാണ് ഈ സമരം, അട്ടിമറിക്കാനാണ് സമരം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് 6 മാസമേ ഉള്ളൂ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ സമരം നടത്തുന്നത്. അതുകൊണ്ടാണ് 19 കൊല്ലം മുമ്പത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഒരു നമ്മുടെ സീനിയർ ആയിട്ടുള്ള ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൈ ഉയർത്തിയ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുക. എനിക്ക് അദ്ദേഹത്തിനോട് മാത്രം എല്ലാ പാനലിസ്റ്റോടും നല്ല ബഹുമാനമാണ്. സാർ, താങ്കൾ കൈവക്കിയ സ്ഥിതിക്ക് താങ്കൾ ചോദിക്കാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. രാജേഷ്, ഒരു എററുണ്ട്. അത് 57-ആണ്. 69-ൽ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടില്ല. 69-ൽ അന്നത്തെ സപ്തമുന്നണിയിൽ നിന്നും CPI-യും ഞാൻ ചൂണ്ടിക്കാണിച്ചെത്തുള്ളൂ. 69-ൽ ഗവൺമെന്റ് പുറത്തു പോയതാണ്. അത് രാജേഷിനൊരു സ്ലിപ്പ് ഓഫ് ടങ് വന്നു എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അത് ഞാൻ തിരുത്തിയേനെ. പക്ഷേ എൻ്റെ മുമ്പ് തന്നെ ഇത്രത്തോളം ശ്രദ്ധാപൂർവമാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ള കാര്യം സന്തോഷപരമായ കാര്യമാണ്. പറയൂ ശ്രീ രാജേഷ്. അല്ല, ഞാൻ അത് സമ്മതിക്കുന്നു. ശരി, 59-ലാണ് വിമോചന സമരം നടന്നത്. ഞാൻ ഡൊമിനിക് പ്രസന്റേഷനോട് നന്ദിയും പറയുന്നു വസ്തുതാപരമായിട്ടുള്ള പെശക് തിരുത്തിയതിൽ. അല്ല, അതും KSUക്കാരുടെ സമരമാണ്. രാജേഷിന് തെറ്റിപ്പോയതാണ്. 67 അതും KSU സമരം തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അല്ലല്ല
അതെ ബ്രിട്ടാസ്, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ KSU ഉണ്ടായത് അങ്ങനെയാണ്, അതെ, വിമോചന correct. സമരത്തിൽ നിന്നാണ്. ആലപ്പുഴയിൽ ബസ്സിനും ബോട്ടിനും കല്ലെറിഞ്ഞ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അങ്ങനെ കല്ലേറിൽ നിന്ന് വളർന്നു വന്നൊരു സംഘടനയാണ് KSU. ഡൊമിനിക് പ്രസന്റേഷൻ ഒരുപക്ഷെ പ്രകോപിതനാവും, അദ്ദേഹം KSUവിന്റെ പഴയ നേതാവായിരുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ അത് വന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇല്ല, ഞാൻ ശ്രീ പറഞ്ഞത് ഡൊമിനിക് പ്രസന്റേഷൻ അതിനുശേഷം പ്രകോപിതനാവില്ല. എന്താ കാരണം വെച്ചാൽ KSUക്കാർ ഞാൻ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അത്. സത്യത്തിൽ ബ്രിട്ടാസ് അതിവിടെ പറയുന്നത് വരെ അദ്ദേഹത്തിന് 70 വയസ്സായി എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്തായാലും എന്റെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞല്ലേ, ആന്റിയോട് പറഞ്ഞാണ് 70 വയസ്സായ ഒരാളോട് നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി ബഹുമാനം കാണിക്കണമെന്ന്. ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഞാൻ ബഹുമാനക്കുറവ് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനും തീർച്ചയായും ഞാൻ അല്ലെങ്കിലേ അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കുന്ന ആളാണ്. കുറച്ചുകൂടി കൂടുതൽ ബഹുമാനം ഇന്ന് മുതൽ അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷന്റെ കാലത്തിന് ശേഷം ഇന്നാണ് പിന്നെ KSUക്കാർ തല്ലുകൊള്ളുന്നത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഞങ്ങളെല്ലാം എന്തുമാതിരി തല്ലുകൊണ്ടിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെ എല്ലാം നിർത്താതെ തല്ലിയിട്ടുണ്ട്. ബഹുമാന്യനായ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയാവുമ്പോൾ പോലും ഒരിളവും അക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഒരു കാലത്ത് എൻ്റെയൊക്കെ ശരീരം മുഴുവൻ എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും. അതുകൊണ്ട് അതൊന്നുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇതൊന്നും ഒരു അടിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെ ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നം ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായതുകൊണ്ട് സമരം ചെയ്യുന്നു എന്നാണ്. നാണക്കേടാണ് പോലും. ജലീലിന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, കോളേജ് അധ്യാപകനായിരുന്നു, ഡോക്ടറേറ്റ് ഉണ്ട്, അതിലൊന്നും ആർക്കും സംശയം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയുടെ ബിരുദത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീർപ്പായിട്ടില്ല. അതിൽ ഒരു നാണക്കേടും KSUക്കാർക്ക് തോന്നിയിട്ടില്ല എന്നും കൂടി നമ്മൾ ഓർക്കണം. അത് ഞാൻ വിടുന്നു, അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഇനി കസ്റ്റംസിലേക്ക് വന്നാൽ, ഇന്ന് മുഖ്യ സൂത്രധാരന് ജാമ്യം കിട്ടി. കസ്റ്റംസിന്റെ കേസിൽ ജാമ്യം കിട്ടി. NIA-യുടെ കേസ് നിൽക്കുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം കിട്ടിയത് എങ്ങനെയാണ്? കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നു? കസ്റ്റംസിന്റെ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനിലേക്ക് എത്തിയതോടുകൂടി ആ അന്വേഷണം പാളം തെറ്റിപ്പോയി, അട്ടിമറിക്കപ്പെട്ടു. പാളം തെറ്റി എന്ന് പറയുന്നതല്ല, ഡീറെയിൽ ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. അട്ടിമറിക്കപ്പെട്ടു. അതല്ലേ യഥാർത്ഥമായിട്ടുള്ള വസ്തുത. കസ്റ്റംസ് അന്വേഷണ സംഘത്തെ പൊളിച്ചു, ഉന്നത ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി. അതോടുകൂടി കസ്റ്റംസ് സംഘം, അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘത്തിന്റെ ആത്മവീര്യം നഷ്ടപ്പെട്ടു. അവരുടെ മേലുണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദം. അങ്ങനെ ഭാഗത്ത് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുക. ഇന്നാരെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് അത് ചർച്ചാ വിഷയമാണോ? ഈ പറയുന്ന UDF-നത് വിഷയമേ അല്ലല്ലോ. ഇപ്പോ ചർച്ച മുഴുവൻ എന്തിനെ കുറിച്ചാ? ED-യെ കുറിച്ചാണ്. ED-യാണോ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്നത്? സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസിന്റെ NIA-യുടെ അന്വേഷണം എവിടെ വെച്ചാണ് അട്ടിമറിക്കപ്പെടുന്നത്, പാളം തെറ്റുന്നത് എന്ന ചോദ്യം ഗൗരവമായിട്ട് ഉയർത്തേണ്ട ഒരു ദിവസമാണിന്ന്. അതിന്റെ മറ്റ് ബന്ധങ്ങൾ നമ്മൾ അവസാനത്തെ ഒരു ചോദ്യം കൂടി കിടക്കുന്നുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസ്താവന കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ വേറെ ചില കാര്യങ്ങൾ കൂടി അപ്പം ഞാൻ പറയാം. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? റമീസിന് ജാമ്യം കിട്ടാൻ ഇടയാക്കിയ വഴി എന്താണ് എന്ന് നമുക്ക് ബാക്കി അപ്പം പറയാം. ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കണം. ഒരു വലിയ ഒരു ഗ്രാൻഡ് കോൺസ്പിരസി കേരളത്തിൽ നടന്നിരിക്കുന്നു, UDF-ഉം BJP-യും തമ്മിൽ എന്ന്. കാരണം സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കപ്പെടുന്നതിന്റെ വക്കിലാണ് ഇന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ട്? ആ കേസന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ എവിടെ എത്തിച്ചേരുമെന്നറിയാം. അത് ശരിയായ ദിശയിൽ പോയാൽ കേരളത്തിലെ സർക്കാരിനെ ഒന്നും ചെയ്യാനാവില്ല എന്ന് മാത്രമല്ല, മറ്റു പലരും കുഴപ്പത്തിലാവും, പ്രതിസന്ധിയിലാവും. ഫൈസൽ ഫരീദ് എന്നൊരു മനുഷ്യനെ ഫൈസൽ ഫരീദിലേക്ക് തിരിച്ചു പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഫൈസൽ ഫരീദിനെ കുറിച്ച് പറഞ്ഞോളൂ. ഫൈസൽ ഫരീദ് എന്ന സ്വർണം അയച്ചവനെ കുറിച്ച് വല്ല വിവരവും ഇന്നുണ്ടോ? വിദേശകാര്യ മന്ത്രാലയത്തിന് 2.5 മാസം കഴിഞ്ഞിട്ടും അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? സ്വർണം ഇവിടുത്തെ സ്വീകർത്താവായ അറ്റാഷയെ കുറിച്ച് ഇന്ന് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടുന്ന് ദുബായ് വരെ പോയ NIA സംഘം അറ്റാഷയെ ചോദ്യം ചെയ്യാതെ മടങ്ങിയില്ലേ? എന്തുകൊണ്ട് എന്ന ചോദ്യം ഏതെങ്കിലും ഒരു മാധ്യമം ഇവിടെ ഉയർത്തുന്നു. ആ അറ്റാഷയെ ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തോന്നുള്ള രാജേഷിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുക. എന്ന കാരണം വെച്ചാൽ ഞാൻ അതിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു. ഞാനിപ്പം താങ്കളത് പറയുന്നതിന് മുമ്പ് തന്നെ ശ്രീ നമ്പൂതിരിക്ക് അത് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. എന്ന കാരണത്തിൽ ഫൈസൽ ഫരീദ്, ഇപ്പൊ ഈ
റമീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീ നാരായണൻ നമ്പൂരി, അതായത് രാജേഷ് വളരെ പരിഷ്കൃതനായതുകൊണ്ട്, വളരെ നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞ സോഫിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ട് വളരെ നൈസായിട്ടാണ് പ്രയോഗിച്ചത്. അതായത് ഈ റമീസ് ആരാണെന്ന് ശ്രീ നാരായണൻ നമ്പൂതിരിക്ക് അറിയുമെന്ന് ചോദിച്ചു. ഈ റമീസിൻ്റെ ഒരു പശ്ചാത്തലം, അദ്ദേഹത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ വളരെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ പൗത്രൻ്റെ ആ ബന്ധമൊക്കെ ഞാൻ പറയാം. ഇനി ഫൈസൽ ഫരീദ്, ശ്രീ നാരായണ നമ്പൂരി, ഈ റമീസിന് കിട്ടിയ ജാമ്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ആമുഖമായ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾക്കും അത് ഒരു തരത്തിലുള്ള സന്ദേഹവും സൃഷ്ടിക്കുന്നില്ല. നമുക്ക് ചർച്ച ചെയ്യേണ്ടതേയില്ല എന്ന രീതിയിലേക്ക് റമീസിൻ്റെ ജാമ്യം മാറിയതെന്നുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അതിനുള്ള ചില കാരണങ്ങൾ എം പി രാജേഷ് പറഞ്ഞു. അത് താങ്കൾക്കാണ് സ്വീകരിക്കാനും കൊള്ളാനുമുള്ള അല്ലെങ്കിൽ തള്ളാനുമുള്ള അധികാരം. ഇനി ഈ ഫൈസൽ ഫരീദിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ ഫൈസൽ ഫരീദിന് എന്ത് സംഭവിച്ചു? ഇതിൽ അദ്ദേഹത്തിനെ കിട്ടിയില്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും ഈ കേസ് പ്രൂവ് ചെയ്യപ്പെടില്ല. അയച്ചയാളുടെ അദ്ദേഹമാണ്. വരട്ടെ. പാസ്പോർട്ട് റദ്ദാക്കി. സാധാരണഗതിയിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ പാസ്പോർട്ട് റദ്ദാക്കി ഇമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വേണേൽ കയറ്റിയേക്കാം. നമ്മുടെ വലിയ സൗഹൃദ രാഷ്ട്രമല്ലേ UAE. എന്തുകൊണ്ട് കയറ്റി അയച്ചില്ല? ഇമ്പൗണ്ട് ചെയ്തു. എത്രയോ ആൾക്കാരുടെ പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്തിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് തുരുതര കയറ്റി അയക്കുന്നുണ്ട്. ഫൈസൽ ഫരീദിൻ്റെ പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്തു, റദ്ദാക്കി. പക്ഷേ ഫൈസൽ ഫരീദ് ഇപ്പോഴും UAE തന്നെ. അടുത്തത്, ദുബായിലെത്തിയ NIAക്ക് ഫരീദിനെ കാണാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്, കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കണ്ടത് ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നുണ്ട്. KT ജലീലിനെ ക്വസ്റ്റ്യൻ ചെയ്തോ ഇല്ലോ, എത്ര സമയം ക്വസ്റ്റ്യൻ ചെയ്തു, 2 ദിവസമാണോ 1 ദിവസമാണോ സംബന്ധിച്ചുള്ള വാർത്ത വന്നാൽ അപ്പോൾ വിശദീകരണമായിട്ട് അന്വേഷണ ഏജൻസികളുടെ മേധാവികൾ തന്നെ രംഗത്ത് വരും. പക്ഷേങ്കിൽ ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്തോ എന്ന് സംബന്ധിച്ച ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഇന്നേ വരെ ഒരു അന്വേഷണ ഏജൻസിയുടെ മേധാവിയും പുറത്തേക്ക് വന്നിട്ടില്ല. എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. അടുത്തത്, ഫരീദ് ഇപ്പോഴും വിവരം വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, അത് UAE മാധ്യമങ്ങൾ വന്നാണ്. ഒരു ചെക്ക് കേസിൽ പ്രതിയാകുന്നു. പെട്ടെന്ന് ചെക്ക് കേസിൽ അദ്ദേഹം പ്രതിയായി. ദുബായിൽ ചെക്ക് കേസ് പ്രതിയായ അകത്തായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ കോടതിയിലൂടെ പോകണം. വിചാരണയും ശിക്ഷയും കഴിയാതെ ഫരീദിനെ വിട്ടുകിട്ടില്ലെന്ന് സൂചന. ഫരീദിനെ വിട്ടുകിട്ടാതെ വന്നാൽ സ്വർണ്ണക്കേസ് അന്വേഷണം വഴിമുട്ടും. നോക്കുക, ശ്രീ നാരായണ നമ്പൂരി, ശ്രീ MP രാജേഷ് പറഞ്ഞ റമീസിന്റെ ജാമ്യം, 2 ഫൈസൽ ഫരീദ് എന്നുള്ള വ്യക്തിയെ ഊന്നിയിട്ടുള്ള ഇത്രയും ഡെവലപ്മെന്റ്സ്, എങ്ങനെയാണ് താങ്കൾ മറുപടി പറയുക? ഒന്ന്, റമീസിൻ്റെ ജാമ്യം, റമീസിൻ്റെ ബന്ധങ്ങളോ അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അതെല്ലാം ഇപ്പോൾ രാജേഷ് അതെല്ലാം ചകഞ്ഞ് എടുക്കട്ടെ, അതാണ് നല്ലത്. എന്നെ സംബന്ധിച്ച് അത് റമീസാണെങ്കിലും സ്വപ്നയാണെങ്കിലും സന്ദീപാണെങ്കിലും സ്വർണം കള്ളക്കടത്ത് നടത്തി അതുവഴി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ശ്രമിച്ച ആളുകൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് ബ്രിട്ടാസ് ചോദിച്ച ചോദ്യത്തിന് മുമ്പ് നമ്മുടെ നിഷ്പക്ഷനും സ്വതന്ത്രനുമായ രാഷ്ട്രീയ നിരീക്ഷകൻ വന്ന് അദ്ദേഹം ആദ്യം തുടങ്ങിയത് തന്നെ BJPയെ കുറിച്ചാണ്. അദ്ദേഹം സ്വതന്ത്രനാണ് കേട്ടോ. കൈരളി ചാനലിൽ വരുമ്പോൾ അദ്ദേഹം നല്ല സ്വതന്ത്രനാണ്, എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എനിക്ക് തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ പക്ഷേ നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞു വേണോ എൻ്റെ നിഷാദെ? നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് BJP ഉന്നയിച്ച ഒരു പോയിന്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ജലീൽ ഖുറാൻ കടത്തി. ആ ഖുറാൻ എന്നുള്ള വാക്കിന് അദ്ദേഹം BJPയെ ചേർത്ത് പറയുമ്പോൾ ഒരല്പം കട്ടികൂട്ടി പറയുന്നു. നിഷ്പക്ഷനാണെങ്കിൽ സാർ, ഈ സർക്കാർ വണ്ടിയിൽ മതഗ്രന്ഥങ്ങൾ കൊണ്ടു നടത്തി വിതരണം ചെയ്യാൻ ഏത് നിയമമാണ് നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരെ നിയോഗിക്കുന്നത്? ഖുറാന്റെ എണ്ണത്തെക്കുറിച്ചല്ല, സർക്കാർ വാഹനത്തിൽ
സർക്കാരിന് ഒരു ഏത് നിയമമാണ് ഇതിന് തടസ്സം? ഏത് നിയമം അനുവദിക്കുന്നത്? ഏത് നിയമമാണ് നിയമം തടസ്സം? നിഷാദേ, ആ നടപടിയെങ്കിലും തെറ്റാണെന്ന് പറയുമ്പോൾ ഏത് നിയമമാണ് തടസ്സം? ഞാൻ ചോദിച്ചോളാം. ആ നിയമം അതെങ്കിലും തെറ്റാണെന്ന് പറയുമ്പോഴാണ് നിഷാദെ താങ്കൾ നിഷ്പക്ഷനാകുന്നത്. അല്ലെങ്കിൽ പക്ഷപാതത്തിന്റെ പടുകുഴിയിൽ നിന്നുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ ആ ഒരർത്ഥത്തിൽ കാണും. താങ്കൾ ഏത് സിനിമാ സംവിധായകനാണെങ്കിലും BJP-യുടെ സമരവും ആഭാസമാണെന്ന് സർ, ഒരു സ്വർണ്ണ കള്ളക്കടത്തിൽ തുടങ്ങി മയക്കുമരുന്ന് കള്ളക്കടത്തിൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ മന്ത്രിമാരടക്കം, കേരളത്തിലെ മന്ത്രിയടക്കം, പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളടക്കം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ആഭാസമാണെങ്കിൽ ഈ സ്വർണം കടത്ത് നടത്തിയതാണോ ആഭാസം? ഖുർആൻ സർക്കാർ വണ്ടിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്തതാണോ ആഭാസം? ഏതാണ് ആഭാസം? അത് ശരിയല്ല എന്ന് പറയുന്നതാണോ ആഭാസം? തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ശരിയാ. ചെയ്യുന്ന തെറ്റുകൾ ഇത് തെറ്റാണെന്ന് കൂടി നിഷ്പക്ഷനാണെങ്കിൽ, പക്ഷപാതരഹിതനാണ് എങ്കിൽ താങ്കൾ പറയാൻ ബാധ്യസ്ഥനാ. അത് കണ്ണടച്ചുകൊണ്ട് പൂച്ച പാല് കുടിക്കുന്നത് പോലെ, കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഞാൻ നിഷ്പക്ഷനാണെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് നടന്നത് കൊണ്ട് സാർ കാര്യമില്ല സാർ. കേരളത്തിലെ ജനങ്ങൾ അത്രയും പമ്പര വിഡ്ഢികളാണെന്ന് താങ്കൾ ഇങ്ങനെ കുറെ നിഷ്പക്ഷ അവതാരങ്ങളെ കൊണ്ടുവച്ച്, ഇങ്ങനെ ബ്രിട്ടാസെ കുറെ നിഷ്പക്ഷ അവതാരങ്ങളെ കൊണ്ടുവച്ച് നമുക്ക് പറയാനുള്ളതെല്ലാം അവരുടെ വായിക്കോടെ പറയിപ്പിക്കുന്ന സംവിധാനം എന്തിനാണിത്? ഒരു സെക്കൻഡ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യല്ലേ, താങ്കളുടെ ഇളയ സഹോദരനായ റിക്വസ്റ്റ് ചെയ്യട്ടെ. അതായത് ഒന്ന്, ഞാൻ ബ്രിട്ടാസ് പറഞ്ഞാൽ എനിക്കെന്ത് സംശയം, ഞാൻ ഈൽഡ് ചെയ്തു. എനിക്കൊന്ന് സംസാരിക്കാം. അതായത് ഏത് നിഷ്പക്ഷനും സ്വാഭാവികമായിട്ടൊരു അഭിപ്രായം ഉണ്ടാകും. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് നിങ്ങൾ 3 പേരും ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടുപാടില്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വതന്ത്രമായി പറയാം. 2, തൻ്റെ നിലപാടുകൾ ഒരുപക്ഷെ പറയുമ്പോൾ അത് വേറൊരാൾക്ക് എതിരെയാകുന്നത് കൊണ്ട് അത് നിഷ്പക്ഷത അല്ലാതാകുന്നില്ല. അദ്ദേഹത്തിന് തോന്നിയല്ല അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹമല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. എന്തായാലും താങ്കൾ വളരെ വേണ്ടപ്പെട്ട സുരേഷ് ഗോപിയൊക്കെ നായകനാക്കി സിനിമ എടുത്ത ആളാണ്, അത് മനസ്സിലാക്കി. അത് വിടുക. നിഷാദെ ശരിയല്ലേ, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? ആ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്, അത്രേ ഉള്ളൂ. ആ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശം. ആയിക്കോട്ടെ, ഞാനത് അംഗീകരിച്ചല്ലോ. ഞാൻ താങ്കൾക്ക് എത്രയോ നിഷ്പക്ഷനായ നിഷാദിന് എന്തും പറയാം. നിഷാദ് പറയുന്നതിനെ ചോദ്യം ചെയ്യാൻ എനിക്കും അവകാശമുണ്ട്. ശ്രീ നമ്പൂതിരി, എനിക്കൊരൊറ്റ പരാതിയുള്ളൂ. പരാതി എന്ന് പറഞ്ഞാൽ പരിഭവം മാത്രം. ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എയർബസ് പറക്കാനുള്ള റൺവേ ഒരുക്കിയിരിക്കുക. താങ്കൾ പറക്ക്. താങ്കൾ ഈ നിഷാദിന്റെ മുകളിൽ കിടന്ന് റൺവേ കിടന്ന് കളിക്കാതെ പറക്ക്. പ്രശ്നം എവിടെയെന്നറിയോ? അല്ല, ശരിയാണ് ബ്രിട്ടാസ്. പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഈ ഇത്തരം നിഷ്പക്ഷന്മാർ പറഞ്ഞു പോകുന്നത് ആളുകൾ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, അത് അവർ വിചാരിക്കും ഞങ്ങള് എല്ലാം വളരെ ശരിയാണെന്ന്. ഈ അപ്പൊളിറ്റിക്കൽ സംവിധാനങ്ങളെ ഉണ്ടല്ലോ, അപ്പൊളിറ്റിക്കൽ അവതാരങ്ങൾ, നമ്മുടെ രാജ്യത്തെ പലപ്പോഴും കസ്റ്റംസിന്റെ കാര്യം, റമീസിന്റെ കാര്യം. റമീസ് സാർ, ഈ കസ്റ്റംസിന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ CRPC അനുസരിച്ചുള്ള ഇത്ര ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തുകൊള്ളണം എന്നുള്ളതല്ല കസ്റ്റംസിന്. കാരണം അത്ര ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നാൽ ആ ഒഫൻസിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ വെച്ച് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട ഡേറ്റിനുള്ളിൽ കസ്റ്റംസിന് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാത്തതല്ല കസ്റ്റംസിന്റെ UAPA പോലെയല്ല. കസ്റ്റംസിനെ സംബന്ധിച്ച് സ്വാഭാവികമായി കസ്റ്റംസ് കേസുകളെല്ലാം ഒരർത്ഥത്തിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഗ്രാവിറ്റി വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായി കസ്റ്റംസ് കേസുകളിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. UAPA കേസിൽ നിലനിൽക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അത് അല്ലെങ്കിൽ ഇതുവരെ കസ്റ്റംസ് പിടിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്വർണം കടത്തിയ കേസുകളുണ്ടല്ലോ, അവരെല്ലാം ജാമ്യത്തിലിറങ്ങിയില്ലേ? അവരെല്ലാം എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയിലെ അത് റമീസ് തന്നെയാണോ എന്ന് സംശയമുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മൂവാറ്റുപുഴയിലെ സ്വർണ്ണക്കടത്ത് ആ പ്രതികളൊക്കെ ജാമ്യത്തിലിറങ്ങിയല്ലോ. കസ്റ്റംസ് കോടതിയിലെ ജാമ്യം അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ റമീസിനെ വിട്. അത് അല്ല, പക്ഷെ രാജേഷ് ഉന്നയിച്ചൊരു ആരോപണമുണ്ട്.
നിങ്ങള് ഈ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കസ്റ്റംസിനെ നിർവീര്യമാക്കി എന്നുള്ളൊരു ആരോപണം. കോടതിയിൽ എന്ത് രാഷ്ട്രീയ കോലാഹലം? കോടതിക്ക് രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ടോ, മാധ്യമ വിചാരണ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ലല്ലോ കോടതി ജാമ്യം അനുവദിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്ന ഒരു പൗരന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. കേസിൽപ്പെട്ട പ്രതിയാക്കപ്പെട്ട ശരി. ഒരു വ്യക്തിക്ക് ജാമ്യം അവന്റെ അവകാശമാണ്. അല്ലെങ്കിൽ കാലാകാലങ്ങൾ അകത്ത് കിടത്താൻ പറ്റില്ലല്ലോ. ഇനി അടുത്ത് ഫൈസൽ ഫരീദ് അവകാശമാണല്ലോ, അതുകൊണ്ടാണല്ലോ ജാമ്യം എന്റെ നാരായണ നമ്പൂരി ഈ ഫൈസൽ ഫരീദിനെ ഒന്ന് കാണാൻ എപ്പോഴാണ് ഒരു ഭാഗ്യം കിട്ടുക? അല്ല, ഫൈസൽ ഫരീദിനെ NIA ഇന്റർപോളിനോട് ഫൈസൽ ഫരീദിന്റെ കാര്യം ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഫൈസൽ ഫരീദിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയിട്ടുണ്ട്. ഫൈസൽ ഫരീദ് UAE പോലീസിന്റെ കസ്റ്റഡിയിലാണ്. UAE പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളത് ബ്രിട്ടാസ് സമ്മതിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇന്റർപോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഫൈസൽ ഫരീദിനെ ആ UAE-യിൽ നിന്ന് നാട് കടത്താനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ അതിൻ്റെതായ കാലതാമസം ഉണ്ടാകും. ഫരീദിനെ കാണാതെ ഏത് കോടതിയിലാണ് ഫൈസൽ ഫരീദിനെ UAE-യിൽ നാട് കടത്താനുള്ള നടപടികൾ നടക്കുന്നത്? എന്റെ അറിവിലില്ല. ബ്ലൂ കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്തോ? എന്റെ അറിവിലില്ല. ബ്ലൂ കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്തോ? ഫൈസൽ ഫരീദിനെ UAE-യിൽ നിന്ന് നാട് കടത്താനുള്ള നിയമപ്രക്രിയ എവിടെ നടക്കുന്നു? NIA ഇന്റർപോളിനോട് ആവശ്യപ്പെടുകയും ഇന്റർപോൾ ഫൈസൽ ഫരീദിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. ഞാൻ എൻ്റെ അറിവ് വെച്ചാണ് പറയുന്നത്. സാർ, നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതായത് ഫൈസൽ ഫരീദിനെ അവിടുന്ന് നാട് കടത്താൻ വേണ്ടി അല്ലെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു നിയമപ്രക്രിയയും അവിടെ നടക്കുന്നതായി ഒരു റിപ്പോർട്ടും ഒരു പത്രത്തിലും വന്നിട്ടില്ല. ഞാൻ ഖലീജ് ടൈംസും ഗൾഫ് ന്യൂസൊക്കെ അരിച്ചു പെറുക്കി വായിക്കുന്നുണ്ട്. ഒരു പത്രത്തിലും വാർത്ത വരുന്നില്ല. സ്വാഭാവികമായിട്ട് UAE ഗവൺമെന്റിന്റെ വേർഷൻസ് വരുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ. ബ്രിട്ടാസെ, ഞാൻ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ നടപടി നടത്തി കൊണ്ടുവരാൻ കോടതി എന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രാഥമികമായ വ്യക്തമായി. നിഷാദ്, നിങ്ങൾ വലിയ സംവിധായകനായിരിക്കാം. നിങ്ങൾ സുരേഷ് ഗോപിയെ നായകനാക്കി സിനിമ എടുത്തിട്ടുണ്ടാകാം. സുരേഷ് ഗോപി ഇപ്പം BJP-യുടെ MP ആയിരിക്കും. അതൊക്കെ വിട്ടേക്ക്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ BJP-ക്കെതിരെയും UDF-നെതിരെയും പറഞ്ഞുകൂടിയിട്ട് തന്നെ നിങ്ങളുടെ നിഷ്പക്ഷ ഇൻവെർട്ടർ കോമ മുഖം മൂടി അഴിഞ്ഞു വീണു. ഞാൻ പറയാം. രണ്ടുപേരും, അതായത് ഡൊമിനിക് പ്രസന്റേഷൻ സാറും നമ്പൂരി സാറും പ്രകോപിതരാവരുത് ദയവേത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നെക്കാൾ ഒരുപാട് പ്രായമുണ്ട്. ഡൊമിനിക് സാറിന് ഇപ്പോൾ ഒരുപാട് പ്രായമുണ്ട്. ഡൊമിനിക് സാറിന് ഇപ്പോൾ പിറന്നാളാണെന്ന് ആരോ പറയുന്നത് കേട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ ഒരു പിറന്നാൾ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഞാൻ ഡൊമിനിക് പ്രസന്റേഷൻ സപ്തതി കഴിഞ്ഞു എന്നാ പറഞ്ഞിട്ട് ശ്രീ നമ്പൂതിരി ഇപ്പോഴും നമ്പൂരി സാർ ആയെന്ന് പറഞ്ഞിട്ടില്ല. നമ്പൂതിരി ഞാനൊക്കെ ഒരേ പ്രായമാണ്. അദ്ദേഹം തറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ഉള്ള ബഹുമാനം എല്ലാം. രാജേഷും നമ്പൂതിരിയൊക്കെ ഒരു പ്രായമാണ്. രാജേഷ് ഇരിക്കുന്നത് കണ്ട, അത് വേറെ അതൊക്കെ ഓരോ സംഭവമാണ്. അതെ. അപ്പൊ അതിലൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. നിഷ്പക്ഷതയെ പറ്റി ഇപ്പൊ ചർച്ച ദയവ് ചെയ്ത് എന്നിലേക്ക് കൊണ്ടുവരരുത്. എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥന ഉള്ളൂ. അതായത് നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് ചർച്ച ചെയ്യാം. അതല്ലേ ബുദ്ധി. അതായത് മാറ്റിക്കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് ശരിയല്ല. അത് പറയുമ്പോൾ ഞാൻ നിഷ്പക്ഷനാണെന്ന് പറയുന്നത്. പിന്നെ പരിശുദ്ധ ഖുറാനെ പറ്റി പറഞ്ഞു. ഖുറാൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിതമായ വിശുദ്ധ ഗ്രന്ഥമാണോ, നിരോധിച്ചിരിക്കുന്ന പുസ്തകമാണോ? അത് ഖുറാനിൽ തട്ടിക്കൊണ്ട് ഈ ചർച്ച നടക്കുന്നതുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ സാറേ, ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇത് ഞാൻ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിമർശിച്ചത് കൊണ്ട് എൻ്റെ നിഷ്പക്ഷതയല്ല, എൻ്റെ മുഖം ചുമപ്പാണ്. എനിക്കങ്ങനെ പറയുന്നതിലും ഒരു വിരോധവുമില്ല, സന്തോഷമേ ഉള്ളൂ. ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ മുഖത്തിന് ചിലപ്പോൾ ചുവന്ന നിറമൊക്കെ ഉണ്ടായെന്നിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ സ്വതന്ത്രമായി എനിക്ക് പറയാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കും അവകാശമില്ല. നിങ്ങളുടെ വിമർശനത്തിനെ എതിർക്കാനോ എനിക്കും അവകാശമില്ല. ഇപ്പോൾ താങ്കൾ ഈ വിശുദ്ധ ഗ്രന്ഥം സംസ്ഥാന മന്ത്രിയുടെ ഇതിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വെഹിക്കിളിൽ പോയി. അങ്ങനെയാണെങ്കിൽ തർക്കഭൂമിയിൽ രാമക്ഷേത്രത്തിന് ശിലയിടാൻ ആരാ പോയത്? നമ്മുടെ പ്രധാനമന്ത്രിയാണ് പോയത്.
അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും സംസാരിച്ച് പോകണ്ട. സുപ്രീം കോടതി അല്ല, സുപ്രീം കോടതി അവിടെ നിൽക്കട്ടെ. സുപ്രീം കോടതി അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങ് വഴങ്ങണം. തർക്കഭൂമിയൊക്കെ തീർന്നു. അതെ, അതായിക്കോട്ടെ. അല്ലല്ല, ഞാൻ പറയുമ്പോൾ താങ്കൾ സംസാരിച്ചപ്പോൾ താങ്കൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ രാമക്ഷേത്രം പണിതിനെതിരല്ല. രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ഭൂമി പൂജയ്ക്ക് പോയത് പ്രധാനമന്ത്രിയാണെന്നതേ ഓർപ്പിച്ചതേ ഉള്ളൂ. പറയൂ സാർ, ദയവ് ചെയ്ത് അങ്ങയുടെ പ്രായത്തെ ഞാൻ മാനിക്കുന്നു. അങ്ങ് ചെറുപ്പമാണ് എങ്കിലും അല്ല, അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. അല്ലല്ല, അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ പക്ഷേ നിങ്ങളൊരു തെറ്റായ വാക്ക് പറഞ്ഞു. താങ്കൾ എന്നിലേക്ക് ചർച്ച കൊണ്ടുവരാതെ പൊന്ന് നമ്പൂരി സാറേ. അങ്ങ് കോട്ടയംകാരനാണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങ് കോട്ടയംകാരാണ്. കോട്ടയംകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? സുപ്രീം കോടതി നമുക്ക് മമ്പൂരി സാർ, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അല്ല ഒരു മിനിറ്റ് സാർ, ഒന്ന് ഞാൻ സംസാരിക്കട്ടെ സാറ് ഇങ്ങനെ പ്രകോപിതനാവാതെ. ഡൊമിനിക് സാർ ഇരിക്കുന്ന കണ്ടില്ലേ, അദ്ദേഹം എന്നെ എന്തുമാത്രം പറഞ്ഞു, എൻ്റെ സമരം ആഭാസം എന്ന് പറഞ്ഞതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഞാൻ ആഭാസം എന്ന് ഉദ്ദേശിച്ചത് സാർ മനസ്സിലാക്കേണ്ട, ഇന്നത്തെ കോവിഡ് നിരക്ക് 3830 സാർ. ഈ സമരങ്ങൾ നടത്തിയാൽ എത്ര പേർക്ക് കോവിഡ് പ്രോട്ടോക്കോള് അനുസരിക്കാതെ എത്ര പേർക്കാണ് ഓരോ ദിവസം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൊതുജനം ഒരു സൈഡിലും മറ്റ് സൈഡിലും എന്ന് പറയുന്നതിൻ്റെ കാര്യം, പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഈ അസുഖം വന്നാൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാവത്തുള്ളൂ. പാവപ്പെട്ട പിള്ളേരെ ഒരു കാര്യവുമില്ലാത്ത സാർ, ഡൊമിനിക് സാർ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, കേസുള്ള മന്ത്രി എന്ന് പറഞ്ഞ് സാർ തെറ്റാണ്. ജലീലിനെതിരെ ഒരു കേസുമില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യം ചെയ്യാൻ എത്രയോ പേരെ വിളിപ്പിച്ചിരിക്കുന്നു സാർ. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അങ്ങയുടെ നേതാക്കന്മാരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട് ഇടി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, താല്പര്യവുമില്ല. അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ ദയവ് ചെയ്ത് നമ്പൂരി സാറ് മനസ്സിലാക്കേണ്ട 2-3 കാര്യം. ഇനി നമ്പൂരി സാറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഫരീദിൻ്റെ വിഷയത്തിൽ അങ്ങ് ഒന്നും മാറിക്കളിച്ചു. ശരിയല്ല. അറ്റാഷയുടെ വിഷയത്തിലേക്ക് വന്നില്ല. അങ്ങ് ആ വിഷയത്തിലേക്ക് വന്നാൽ എൻ്റെ നിഷ്പക്ഷതയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട സാർ. എൻ്റെ നിഷ്പക്ഷനല്ലാതെ വെച്ചോളൂ. ഞാൻ ഇടതുപക്ഷക്കാരനാണെന്ന് വെച്ചു, എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷോ എന്തു വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ അങ്ങയുടെ വാക്ക് കേൾക്കാൻ, ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന്. പോരാത്തതിന് അങ്ങേ ഒരു കോട്ടയംകാരനും കൂടിയാണ്. കോട്ടയംകാരനുള്ളൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പലതിനെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുള്ളവരാണ്. ഞങ്ങൾ കണ്ണൂർക്കാർക്കില്ല. അല്ല, ഉണ്ടായിരിക്കും, പക്ഷെ അതിനേക്കാളും ഉൾക്കൊള്ളാൻ മനസ്സിലായി. ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അധികാരം പിടിച്ചിരി അത് വിഷയം അങ്ങോട്ട് എന്റെ അഭിപ്രായം. നിങ്ങൾ കോട്ടയംകാർക്ക് മാത്രമേ വിശാലത. അല്ല, അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ വിഷയത്തിൽ, ഈ വ്യൂസ് ആൻഡ് വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്പൂരി സാർ വരണം. വളരെ പ്രസക്തി. ഞാൻ ഒരു പക്ഷേ ചില ലൈറ്റർ മോമെന്റ്സ് ഞാനിവിടെ കൊണ്ടുവരുന്നത് വേറൊന്നും കൊണ്ടല്ല. നമുക്ക് വളരെ എന്താ പറയുക, സുതാര്യമായിട്ട് സമാധാനത്തോടെ നമ്മൾ ചർച്ച പോകണം. ഞാൻ ഈ സുപ്രീം കോടതി വിധിയും കൂടി വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആങ്കർമാർ രക്തം തിളയ്ക്കുന്നത്, അവരെന്തിനാണ് അട്ടഹസിക്കുന്നതൊക്കെ സുപ്രീം കോടതി ചോദിച്ചിരുന്നു. അതൊക്കെ മുഴുവൻ ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് രക്തം നിങ്ങളുടെ തിളയ്ക്കാതിരിക്കാൻ കൂടിയാണ് ഞാൻ നിങ്ങളെ എൻഗേജ് ചെയ്യുന്നത്. ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ, ഇപ്പം നിഷാദ് പറഞ്ഞൊരു കാര്യമുണ്ട് സർ. നിങ്ങൾ ജലീലിനെ ED കൊണ്ടോ കസ്റ്റംസിനെ കൊണ്ടോ NIA കൊണ്ടോ തളച്ചോളൂ. താങ്കൾ പറഞ്ഞു NIA വരാൻ പോകുന്നു. താങ്കൾക്ക് നമ്പൂതിരിയുടെ അടുത്ത് നിന്ന് ചില വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ തെരുവിൽ ഇങ്ങനെ ഈ പാവപ്പെട്ട പിള്ളേരെ കയറ്റിവിടണോ? ഒരു മാസ്ക് പോലുമില്ല, കെട്ടിപ്പിടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കോട്ട തീർക്കുന്ന രീതിയിൽ ഇഴുകിപ്പിടിച്ച് അവർ നിൽക്കുന്നത്. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ വലിയൊരു വിപത്ത് നമ്മുടെ മുകളിൽ ചൂഴ്ന്നു നിൽക്കുമ്പോൾ ഇതാണോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി? പറയൂ സർ, ഡൊമിനിക് പ്രസൻറ്റേഷൻ സാർ. അതാണ് നിഷാദ് ചോദിക്കുന്നത്. നിഷാദ്, ഒരു കാര്യം അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ 3 പേരുടെ പേര് പറയാം. തോമസ് ഐസക് ഇന്ന് കോവിഡ് നെഗറ്റീവ് ആയേ ഉള്ളൂ. അതായത് 14 ദിവസം ചികിത്സയിലായിരുന്നു. MA ബേബിയും വൈഫും 2 പേർക്കും കോവിഡ് പിടിച്ചു. EP ജയരാജനും വൈഫും കോവിഡ് ചികിത്സയിലാണ്. ഇവരൊക്കെ എവിടെ സമരം ചെയ്തിട്ടാണ് സാർ?
ഇവരൊക്കെ എവിടെ സമരം ചെയ്തിട്ടാണ് ഇവർക്ക് കോവിഡ് പിടിച്ചത്? അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കരുത്. അമിത്ഷായ്ക്ക് കോവിഡ് പിടിച്ച എവിടെ സമരം ചെയ്തിട്ട് അത് ഇവരെ എവിടെ സമരം ചെയ്തത്? അപ്പൊ അങ്ങനെ പറയരുത്, ശരിയല്ലാതെ. രോഗം ആർക്കും പിടിക്കാം. രോഗത്തെ എന്തോ അമിത്ഷായ്ക്ക് കോവിഡ് പിടിച്ചതിനെ കോവിഡ് പിടിച്ച എവിടെ സമരം ചെയ്തിട്ട് അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രണാബ് മുഖർജി, അതാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അമിത്ഷായ്ക്ക് മാത്രമല്ല, നമ്മുടെ മുൻ പ്രസിഡന്റ് മരിച്ചതും കോവിഡ് ബാധിച്ചാണ്. ഒരു ഞങ്ങളുടെ ഒരു MP മരിച്ച് കോവിഡ് ബാധിച്ചാണ്. അപ്പോൾ ഇത് സമരം ചെയ്തത് കൊണ്ട് കോവിഡ് പിടിക്കുന്നു എന്നുള്ള ആ ഒരു പറയാൻ തെറ്റാണ്. അത് ശരിയല്ലാതെ അതാ ഞാൻ തിരിച്ചു ചോദിച്ചത്. അങ്ങനെയുണ്ട് നമ്മുടെ മന്ത്രിമാർക്ക് പിടിക്കുമോ കോവിഡ്? അവർ സമരമില്ലല്ലോ. അവരെന്ത് ഐസക്കാണെങ്കിൽ കയ്യെ ഗ്ലൗസ് ഇട്ട് നടക്കുകയാണ് മുഴുവനായിട്ടും. അപ്പോൾ അതുകൊണ്ട് രോഗം വരുന്നത് പ്രതിപക്ഷ സമരം കൊണ്ടാണ് എന്ന ആർഗ്യുമെന്റ് മേലെ പറയരുത്, ശരിയല്ലാതെ. പിന്നെ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, കുറെ കൂടെ തീർച്ചയായിട്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് തെറ്റൊന്നുമില്ല. വളരെ ആരോഗ്യകരമായ താങ്കൾ ഇപ്പോൾ പറഞ്ഞ വാചകം താങ്കളുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ലീഡർ പറഞ്ഞതുപോലെ സപ്തതി കഴിയുമ്പോൾ സത്യങ്ങൾ പറയണമെന്നുള്ള ആ ഒരു സൂക്തത്തെ മുൻനിർത്തി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല എന്ന് നിങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവിടെയാണ് ഡൊമിനിക് പ്രസന്റേഷൻ വ്യത്യസ്തനായി നിൽക്കുന്നത്. തുടർന്നോളൂ സർ, തുടർന്നോളൂ. ബ്രിട്ടാസെ, ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു, കോവിഡ് എന്ന് പറയുന്നത് അതുമായിട്ട് നമുക്ക് ജീവിച്ചേ മതിയാവൂ. ഇപ്പം ഗവൺമെൻറ് തന്നെ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഹോളിൽ ആൾക്കാർ കല്യാണങ്ങളാവാം, ഫങ്ഷൻസ് ആവാം. അപ്പോൾ കോവിഡുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ മതിയാവൂ. പക്ഷേ അതിന് കോവിഡിൻ്റെ എണ്ണം ദിവസവും കൂടുന്നത് പ്രതിപക്ഷങ്ങളുടെ സമരം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഈ യോജിപ്പാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വേറെ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്താൽ പ്രതിപക്ഷം എവിടെയാണ് മാറി നിന്നിട്ടുള്ളത്? പ്രതിപക്ഷം സഹകരിക്കുന്നില്ല, ഇപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ്റും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്താ പറയുന്നത്? കോവിഡിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് നേരെ പ്രതിപക്ഷത്തിൻ്റെ മേത്തോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം അല്ല എന്നുള്ളത് സമ്മതിക്കുക. രോഗം പകരുന്ന പല കാരണങ്ങളുണ്ടാണ്. ഗവൺമെൻറ് തന്നെ പറഞ്ഞ ഒരു 5 ദിവസം മുമ്പല്ലേ നമ്മുടെ ടീച്ചർ പറഞ്ഞത് എണ്ണം കൂടും. അന്ന് സമരം ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിൻ്റെ മുകളിലേക്ക് കോവിഡിൻ്റെ വ്യാപനത്തെ വയ്ക്കരുത്. അതിന് പല കാരണങ്ങളും, അതിലേക്ക് ഞാൻ ചർച്ചയ്ക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഈ സ്വർണ്ണക്കടത്തിൻ്റെ കിങ് പിൻ ആരാണ്? സ്വപ്ന സുരേഷ് അല്ലേ? അവരാരായിരുന്നു? അവരാരുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത്? ശിവശങ്കർ അല്ലേ? ഇപ്പം ശിവശങ്കർ സസ്പെൻഷൻ 4 മാസം കൂടെ നീട്ടി, IAS കാര്യത്തിൽ എടുക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും ആ ഇഷ്യൂ കഴിഞ്ഞിട്ടില്ല, അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഈ സ്വർണ്ണക്കള്ള കേസിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല. വേറെ അന്വേഷണം പലതും വരുന്നു. നിയമസഭയ്ക്കകത്ത് ശ്രീ ബ്രിട്ടാസ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ശ്രീ PT തോമസ് MLA ഒരു കാര്യം പറഞ്ഞിരുന്നു. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട് എക്സ്റ്റാൽജിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ന് വരെ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി റിപ്ലൈ പറഞ്ഞിട്ടുണ്ടോ? PT തോമസ് ജൂലൈയിൽ പറഞ്ഞു, അത് പുറത്ത് പറഞ്ഞു. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു വക്കീലോട് സഹിക്കാമല്ലോ. ഞാൻ പിന്നീട് ചോദിച്ചു, ഒരു വക്കീലേഴ്സും കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം ഒരു കാര്യം പുറത്ത് പറയുമ്പോൾ നിയമസഭയ്ക്കകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്, പുറത്ത് പറയുമ്പോൾ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു വക്കീലിനോട് അയക്കാൻ തയ്യാറാവുണ്ട്. ഇപ്പോൾ EP ജയരാജൻ്റെ ഭാര്യ നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞു, അവരുടെ കൺവിക്ഷൻ. പക്ഷേ ഈ എക്സ്റ്റാൽജിയ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് വരെ ഒരു വക്കീൽ നോട്ടീസ് പോലും വന്ന് എക്സാലോജിക് എന്ന കമ്പനി ആ വെബ്സൈറ്റിലുണ്ടായിരുന്ന മെന്റർ ജയ്ക്ക് ബാലകുമാർ, സ്വർണം അയച്ചവരെ വേണ്ട നമുക്ക്, സ്വർണം കിട്ടിയവരെ വേണ്ട നമുക്ക്, എന്താ വേണം? അതിലൊന്നും എനിക്ക് തർക്കമില്ല. കണ്ടെത്തണം. ഡൊമിനിക് പ്രസന്റേഷൻ ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ താങ്കളെടുത്ത്. താങ്കൾ വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള, അല്ല ഒരു വേറൊന്നും കൂടി ഞാൻ പറയട്ടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ മുൻ മന്ത്രിയാണ്. മുൻ മന്ത്രി മാത്രമല്ല, താങ്കൾക്ക് സാധാരണ രീതിയിൽ പിന്നെ ഒരു സംസ്ഥാന മന്ത്രിക്ക് എയർപോർട്ടിന് ചുമതല ഇല്ലെങ്കിലും പോലും ഓരോ മന്ത്രിക്ക് ചുമതല കൊടുക്കും. താങ്കൾ മന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾക്ക് എയർപോർട്ടിന് ചുമതല കൂടി അന്ന് കൊടുത്തിരുന്നു. എയർപോർട്ടിന് ചുമതല ഉണ്ടായിരുന്നല്ലോ അല്ലേ? എയർപോർട്ടിന് ചുമതല
ഉണ്ടായിരുന്നല്ലോ എയർപോർട്ട് താങ്കളുടെ പോർട്ട്ഫോളിയോയിൽ വരുന്നുണ്ടായിരുന്നല്ലോ? ഉറപ്പായിട്ടും. ഓക്കെ, യെസ് യെസ് ആ ഉണ്ടായിരുന്നു. താങ്കൾ നോക്കുക, അതായത് 21 തവണ കേരളത്തിലേക്ക് ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ മറവിൽ സ്വർണം വന്നു. 22 തവണ. അതിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും മാത്രമേ ഈ പറഞ്ഞ ഫൈസൽ ഫരീദ് കൊടുത്തു വിട്ടിട്ടുള്ളൂ. ഈ 21 തവണയും കോൺസുലേറ്റ് ജനറലും ഈ പറഞ്ഞ അറ്റാഷെ രംഗത്ത് വന്നു. അതിനിടയിൽ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. അതായത് ഈ പറഞ്ഞ പല ഇടപാടുകൾ, ലൈഫ് ഉൾപ്പെടെയുള്ള പല ഇടപാടുകളുമായി മുൻനിർത്തിയിട്ട് 4.25 കോടി രൂപ, അതിൽ 3.5 കോടി രൂപ ഈ പറഞ്ഞ കോൺസുലേറ്റുകാരാണ് മേടിച്ചുകൊണ്ട് പോയത്. സ്വപ്നയുടെയും സരിത്തിൻ്റെയും മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ലേ സാറേ ഈ ആൾക്കാരെ ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നത്? ആ മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ കിലോയ്ക്ക് $1000 $1500 വെച്ച് ഇവർ കൈപ്പറ്റി ഡോളറിൽ കൊടുത്തു. ഇവരെ ഒന്നും തൊട്ടിട്ടില്ല, അവരിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. അവരൊക്കെ വിശുദ്ധ പശുക്കളായിട്ട് ശ്രീ നമ്പൂതിരി എന്തുകൊണ്ട് അവർ വിശുദ്ധ പശുക്കളാണെന്ന് അറിയാലോ. താങ്കളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഡൽഹി ഇരുന്നു കൊണ്ട് അവർക്കൊന്നും ഒരു പങ്കില്ല എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചൊന്നും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ UDF ഒന്നും പറയാനില്ലേ? നിങ്ങൾക്ക് ജലീൽ മാത്രം മതിയോ? ഇതൊക്കെ പറയണ്ടേ? ഇതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? എൻ്റെ പരാതി അതാണ്. അങ്ങ് ചോദിച്ച ചോദ്യം വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അംഗീകരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്, സർക്കാർ ഒന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള ബന്ധം ഇല്ലെന്ന് പറയോ? ഓക്കെ, ബന്ധം നിൽക്കട്ടെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടാണ്. ഓക്കെ, ശരി, ബ്രിട്ടാസ് പറഞ്ഞ അംഗീകരിക്കുന്നു. താങ്കൾ അംഗീകരിച്ചതിൽ വളരെ നന്ദി. പക്ഷെ എങ്കിൽ പോലും താങ്കൾക്ക് നമ്പൂതിരിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ താങ്കൾക്ക് താല്പര്യമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പറയുന്നതെങ്കിൽ പോലും താങ്കൾ കൈ ചൂണ്ടി നമ്പൂതിരിയോട്, ശ്രീ നമ്പൂതിരി നിങ്ങളാണ് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നത്, നിങ്ങളുടെ നേതാവാണ് വഴിതെറ്റിക്കുന്നതെന്ന് പറയാൻ എന്തുകൊണ്ട് ഡൊമിനിക് പ്രസന്റേഷൻ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ വന്നാൽ രാജേഷെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവരെ ശ്രീ MP രാജേഷ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ല, കഴിഞ്ഞ 2 തവണയും എനിക്ക് മതിയായ സമയം കിട്ടിയില്ല ശ്രീ ബ്രിട്ടാസ്. അവർ രണ്ടുപേരും മുതിർന്നവരാണ് എന്നതുകൊണ്ട് അല്പം പരിഗണന കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് മതിയായ സമയം നൽകണം. ഇവിടെ ഞാൻ ആദ്യം 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്ന്, ശ്രീ MA നിഷാദ് പറഞ്ഞതിൽ വസ്തുതാപരമായൊരു പെശക് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യുക മാത്രമല്ല ചെയ്തത് ശ്രീ നിഷാദ്. അവർ രണ്ടുപേരും 2500 കോടി രൂപയുടെ നാഷണൽ ഹെറാൾഡ് കേസിൽ, ഇതേ ED രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ് എന്ന് മനസ്സിലാക്കണം. ജാമ്യമെടുത്ത് നിൽക്കുന്ന ചോദ്യം. രാജേഷിന്റെ ശബ്ദത്തിൽ എന്തോ ഒരു ചെറിയ തകരാറ് കാണുന്നു. രാജേഷെ, ഞാൻ തിരിച്ചു വരുന്നതാണ്. രാജേഷ് ഉണ്ടോ? കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ജലീലിനൊരു ന്യായം രാഹുൽ ഗാന്ധിക്കും ഞാൻ പറഞ്ഞത് ജലീലിനൊരു ന്യായം, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വേറൊരു ന്യായം. ചിദംബരം 105 ദിവസമാണ് ജയിലിൽ കിടന്നത്. ഞാനത് മുഴുവൻ പറയണ്ടല്ലോ. DK ശിവകുമാറും ജയിലിൽ കിടന്ന ആളാണ്. അദ്ദേഹത്തെ അതിനുശേഷമാണ് PCC പ്രസിഡന്റ് ആക്കിയിട്ട് മാറ്റിയത്. അപ്പം അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്, നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞപ്പോൾ നടത്തിയ ഒരു പരാമർശം വളരെ വളരെ അനുചിതമായി പോയി എന്ന് ആദരവോടുകൂടി ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു ഖുറാൻ കെട്ടിയേൽപ്പിക്കുകയാണ് ചെയ്തത് എന്ന് ഏതോ 2 മതപുരോഹിതർ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നില്ല ഏതെങ്കിലും ഒരു മതപുരോഹിതൻ അങ്ങനെ പറയുമെന്ന്. കെട്ടിയേൽപ്പിക്കാൻ മാത്രം അങ്ങനെ എന്തോ ഒരു സാധനമാണോ ഖുറാൻ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുറാനെ കുറിച്ച് അത്തരമൊരു പരാമർശം ഡൊമിനിക് പ്രസന്റേഷനെ പോലെ മുതിർന്ന ഒരാൾ നടത്തിയത് ഉചിതമായില്ല. അത് അദ്ദേഹം പിൻവലിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഇനി എനിക്ക് പറയാനുള്ളത് ബഹുമാന്യനായ ശ്രീ നാരായണൻ നമ്പൂതിരി പറഞ്ഞതിനെ കുറിച്ചാണ്. അദ്ദേഹം വോയിസ് റെസ്റ്റാണ്, ശബ്ദത്തിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര വീറോടുകൂടിയാണ് റമീസിന് ജാമ്യം കിട്ടിയതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വാദിച്ചത് എന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ലീഗുകാർ പോലും ഇങ്ങനെ വാദിക്കണമെന്നില്ല. അദ്ദേഹം വാദിക്കുകയാണ് റമീസിന് ജാമ്യം കിട്ടിയതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ശ്രീ നാരായണൻ നമ്പൂതിരി ഇവിടെ വാദിച്ചത്. ജാമ്യം കിട്ടിയതിനെ ന്യായീകരിക്കാനുള്ള
ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ ഉത്തരവാദിത്വം എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് കേസിലാണ്? രാജ്യദ്രോഹ മാനങ്ങളുള്ള കേസിൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിച്ചു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന കേസിൽ ജാമ്യം കിട്ടിയതിൽ അസ്വാഭാവികതയില്ല, തെറ്റില്ല, അതൊരു അവകാശമാണെന്നാണ് പറഞ്ഞത്. ശരിയാണ്, ബെയിൽ ഈസ് ദ റൂൾ എന്നാണ് തത്വം ഇവിടെ. പക്ഷേ അത് ആരുടെ കാര്യത്തിൽ ബാധകമല്ല? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്ത ആക്ടിവിസ്റ്റുകളുടെയും ബുദ്ധിജീവികളുടെയും കാര്യത്തിൽ ബാധകമല്ല. 5-6 പ്രൊഫസർ ആനൽ തെൽത്തുംഡെ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുധാ ഭരദ്വാജ് ഉൾപ്പെടെയുള്ള ആളുകൾ 1 വർഷത്തിലധികമായി പൂനെയിലെ ജയിലിൽ, യർവാദയിലെ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്ക് അവകാശമല്ല. പക്ഷെ കള്ളക്കടത്ത് കേസിൽ പ്രതിക്ക് ജാമ്യം രാജേഷ് ഒന്ന് ഇടപെട്ടോട്ടെ. ഈൽഡ് ചെയ്യാം, പക്ഷെ സമയം എനിക്ക് തരണം. കോമ്പൻസേറ്റ് ചെയ്യും ഞാൻ. ഓക്കെ രാജേഷേ, ഞാൻ കസ്റ്റംസ് കോടതിയുടെ ജാമ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. UAPA കേസിൽ റമീസ് ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്. കസ്റ്റംസ് കോടതിയുടെ കസ്റ്റംസിന്റെ നിയമ നടപടിക്രമങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. കസ്റ്റംസ് കോടതി ജാമ്യം ചിത്രീകരിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞോളൂ. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ റമീസ് അകത്താണ് കിടക്കുന്നത്, ജയിലിലല്ല. എന്നെ അമ്പരപ്പിച്ചത്. ശരി പോരെ 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 ഇത്രയും പോരെ മതി. ശ്രീ അല്ല, ഞാൻ പറഞ്ഞത് റമീസിന് ജാമ്യം ഒരു അവകാശമാണ് എന്ന് പറയുകയും ഇന്ത്യയിലെ ബുദ്ധിജീവികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും ഒന്നും ആ അവകാശം ഇല്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതല്ലേ? കള്ളക്കടത്തുകാരന് ജാമ്യം അവകാശമാണ്, അല്ലാത്തവർ ജാമ്യം അവകാശമല്ല. അങ്ങാണ് പറഞ്ഞത് ജാമ്യം ഒരു അവകാശമാണ് എന്ന് റമീസിന് വേണ്ടിയാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം എന്താണ്? ശ്രീ നാരായണൻ നമ്പൂരിയുടെ പറഞ്ഞതും എന്നെ അത്ഭുതപ്പെടുത്തി. വിഷയമല്ല, അവകാശമല്ലല്ലോ. പ്ലീസ് അല്ലല്ല, അങ്ങനെ തടസ്സപ്പെടുത്തരുത് ശ്രീ നാരായണൻ നമ്പൂരി. ഏത് കാര്യത്തിലും UAPA കേസിൽ ജാമ്യമില്ലല്ലോ. UAPA കേസിൽ ജാമ്യം അവകാശവുമല്ല. ഞാനത് പറഞ്ഞതാണ്. തടസ്സപ്പെടുത്തരുത്. അല്ല, പലവട്ടം എംപിയായ രാജേഷിനെ പോലൊരാൾ ഇങ്ങനെ സംസാരിക്കും. ഞാൻ വളരെ പറഞ്ഞല്ലോ UAPA കേസ് ചുമത്തിയത് കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജയിലിലാണെന്ന് നമ്മൾ ആദ്യമായി പറഞ്ഞല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. രാജേഷ് പറയൂ. ഞാൻ വീണ്ടും അത് തന്നെ രാജേഷ് പറയുമ്പോൾ അത് ശരിയല്ലോ. നമ്പൂരി താങ്കളുടെ ആരോഗ്യത്തെ മുൻനിർത്തിയാണ് ഞാൻ ഉപദേശിക്കുന്നത്. താങ്കളുടെ ആ നിങ്ങൾ വീണ്ടും ബോധപൂർവം കള്ളം പറയുമ്പോൾ എനിക്ക് ഇടപെടാതിരിക്കാൻ വയ്യ. ശരി, ഓക്കെ. രാജേഷ് പറയും. അല്ല, ഇത് ശരിയല്ല. രാജേഷ് പറയും. നാരായണൻ നമ്പൂതിരി അങ്ങയ്ക്ക് വേണ്ടി സമയം വഴങ്ങിത്തന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തെ അങ്ങയ്ക്ക് നിഷേധിക്കാം. അങ്ങയുടെ ഊഴത്തിൽ തടസ്സപ്പെടുത്തുന്നതൊരു മര്യാദ. ഈ ചർച്ചയിൽ അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇഷ്ടം പോലെ സമയം അവതാരകൻ തരുന്നു, അദ്ദേഹം തന്നെ ഈൽഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ഞാൻ അനുവദിക്കുന്നു. ഒട്ടും മര്യാദയില്ലാതെ ഇങ്ങനെ താങ്കൾ തടസ്സപ്പെടുത്തരുത്. ഞാൻ വിനീതമായിട്ട് അങ്ങയോട് പറയാൻ. ഇനി ശ്രീ നാരായണൻ നമ്പൂതിരി ഇവിടെ പറഞ്ഞു, ഈ റമീസിന്റെ ബന്ധം എനിക്കൊരു വിഷയമല്ല, അത് രാജേഷ് തന്നെ ചെകഞ്ഞെടുക്കട്ടെ. അതാ ഞാൻ പറയുന്നത്, എല്ലാം കൂടി ചേർത്ത് വായിക്കണം. അപ്പൊ റമീസിനെ അദ്ദേഹത്തിന് ഒരു പരാതിയും അക്കാര്യത്തിലൊന്നുമില്ല, ഒരു സംശയം അദ്ദേഹത്തിനില്ല. പക്ഷെ മറ്റു പലരുടെയും ബന്ധം അദ്ദേഹം ചെകഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര ആളുടെ പേര് ഇവിടെ പറഞ്ഞു, ബന്ധം ആരുടെയെല്ലാം ബന്ധം അദ്ദേഹം ഇവിടെ പറഞ്ഞു. റമീസിന്റെ ബന്ധം വരുമ്പോൾ ഒരു താല്പര്യവും നാരായണ നമ്പൂതിരിക്കില്ല. ഡൊമിനിക് പ്രസന്റേഷൻ ഇല്ലാത്ത മനസ്സിലാക്കാം, നാരായണൻ നമ്പൂതിരിക്കില്ല. അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ്, ഞാൻ ചകഞ്ഞെടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് എത്തുന്നത്, ഫൈസൽ ഫരീദ് ഇവിടെ എത്താത്തതും റമീസിന് ജാമ്യം കിട്ടിയതും അതൊരു സ്വാഭാവികമായ കാര്യമാണ്, അയാൾക്ക് അവകാശമുള്ള കാര്യമാണ് എന്ന വാദവുമെല്ലാം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നമ്മൾ ഇതുവരെ കണ്ടതല്ല വസ്തുത എന്നും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണ് നീക്കം നടക്കുന്നത് എന്നും സംശയരഹിതമായി തെളിയിക്കുകയാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന പ്രസ്താവന
ഇതെല്ലാം വലിയൊരു ഗൂഢാലോചനയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? നോക്കൂ, സ്വർണം അവിടെ നയച്ചവനെ ഇവർക്ക് വേണ്ട, സ്വർണം ഇവിടെ സ്വീകരിക്കാൻ മേൽവിലാസക്കാരൻ ആരുടെ മേൽവിലാസത്തിലാണോ വന്നത് അയാളെയും ഇവർക്ക് വേണ്ട, രണ്ടുപേരെയും ചോദ്യം ചെയ്തിട്ടില്ല. അറ്റാഷെ സംശയ നിഴലിലല്ല എന്ന് നാരായണൻ നമ്പൂതിരിയുടെ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ റമീസിന് ജാമ്യം കിട്ടിയത് സ്വാഭാവികമാണ് എന്ന് പറയുന്നു. എവിടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്? ഇന്ന് എന്താണ് ഇതിൽ അവശേഷിക്കുന്നത്? രാഷ്ട്രീയമല്ലാതെ, ഇടതുപക്ഷത്തിന്റെ രക്തത്തിന് വേണ്ടിയുള്ള മുറവിളിയല്ലാതെ മറ്റെന്താണ് ശ്രീ നാരായണൻ നമ്പൂതിരി ഇവിടെ അവശേഷിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ റമീസിനെ കുറിച്ചും ഫൈസൽ ഫരീദിനെ കുറിച്ചും ഒക്കെ ഇത്ര എന്താ പറയാ ഉദാരമായിട്ട് സംസാരിക്കുന്നത്? ഫൈസൽ ഫരീദ് എന്ന ഇത് അയച്ചാളെ 70 ദിവസം കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് നടപടികൾ ആരംഭിച്ചു എന്ന്. 70 ദിവസം കഴിഞ്ഞിട്ടാണോ? ജൂലൈ 5-നാണല്ലോ ഇത് വരുന്നത്. 70 ദിവസം കഴിഞ്ഞിട്ടാണോ നടപടികൾ ആരംഭിച്ചത്? നടപടികൾ ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുമായിട്ട് ചേർത്ത് വായിക്കണം. ഞാൻ തിരിച്ചു വരാം രാജേഷ്, തിരിച്ചു വരാം. മനസ്സിലാകുന്നു. അദ്ദേഹം പറഞ്ഞു റമീസിന്റെ ബന്ധം എനിക്കൊരു വിഷയമല്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു BJP മുഖ്യ ശത്രുവല്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ? വളരെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീനാരായണ നമ്പൂരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ഒരു കേസിലെ വിവരങ്ങൾ പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്ര വിദേശകാര്യ വക്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ഞായറാഴ്ച ഒരു അറ്റാഷെ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നു, നമ്മുടെ ഈ പറഞ്ഞ കോൺസുലേറ്റിൽ. അത് സംബന്ധിച്ചുള്ള വിവാദം ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ അനുരാഗ് വിദേശകാര്യ വക്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അറ്റാഷയുടെ സാന്നിധ്യം അന്വേഷണ ഏജൻസികൾക്ക് ഉറപ്പുവരുത്താനുള്ള അഭ്യർത്ഥന ഞങ്ങൾ UAE-ക്ക് നൽകിയിട്ടുണ്ട്. പറഞ്ഞിട്ട് 60-65 ദിവസമായി. ഇനി അത് കഴിഞ്ഞിട്ടാണ് വിവിധ മൊഴികളിലൂടെ അറ്റാഷയുടെയും കോൺസുലേറ്റ് ജനറലിൻ്റെയും ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. എത്ര കണ്ട് അവർ ഇൻവോൾവ് ആണ് ഇത് ഞാനല്ല തീരുമാനിക്കുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ, നിങ്ങൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങളിലൂടെയും ഇവരുടെ മൊഴികളിലൂടെയും ഒക്കെ വന്ന ഒരുപക്ഷെ ഈ പറഞ്ഞ കൊറോബറേറ്റ് ചെയ്യാവുന്ന ഒരുപാട് വിവരങ്ങളിലൂടെ ഇവരുടെ സാന്നിധ്യം വന്നു. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. അറ്റാഷ് നിരപരാധിയാണെന്ന് രാജേഷ് പറഞ്ഞതുപോലെ, ഇൻവെർട്ടർ കോമ രാജേഷ് ആര് പറഞ്ഞതുപോലെ, ശ്രീ വി മുരളീധരൻ പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാഷയും കോൺസുലേറ്റ് ജനറലും പങ്കെടുക്കാത്ത ഒരു മൊഴി പ്രക്രിയയിലൂടെ എങ്ങനെയാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുക? നമ്പൂതിരി, എങ്ങനെ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റും? എനിക്ക് മനസ്സിലാകാത്തത്, സ്വാഭാവികമായി ഈ രാജേഷ് ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചു പറയാൻ ഒത്തിരി ശ്രമിച്ചു. അത് രാജേഷിൻ്റെ രാഷ്ട്രീയമാണ്. രാജേഷിൻ്റെ രാഷ്ട്രീയ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നെ കേട്ട ശ്രോതാക്കൾക്കറിയാം, കസ്റ്റംസിൻ്റെയും NIA-യുടെയും രണ്ടും രണ്ടായി ഞാൻ പറഞ്ഞു എന്നുള്ളത്. അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ്. കാരണം ഞാനത് ഇടപെട്ട് സംസാരിച്ചപ്പോഴും ഒന്നെങ്കിൽ രാജേഷ് ഷീൽഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ സമ്മതിക്കുമെന്ന്. ഞാൻ രണ്ടും വളരെ സെപ്പറേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എനിക്ക് ഒരു ഈൽഡ് ചെയ്തതിന് വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ചത്. അത് പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ പ്രചരണവും നടത്താൻ അവകാശമുണ്ടല്ലോ. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, വി മുരളീധരൻ എന്താണ് പറഞ്ഞത്? അറ്റാഷെ ഇന്ത്യയിൽ നിന്ന് പോകാനുണ്ടായ സാഹചര്യം, ആ പോകുന്ന സാഹചര്യത്തിൽ അപ്പോൾ അറ്റാഷയ്ക്കെതിരെ ആരോപണങ്ങളില്ല ആ സമയത്ത്. അതാണ് പറഞ്ഞത്. അതല്ലാതെ അറ്റാഷെ നിരപരാധിയാണെന്നോ ഒന്നും അല്ല. ഒരു സ്പെസിഫിക് ആയ ഒരു ചോദ്യത്തിന് കൊടുത്ത ഒരു ആൻസറാണ് ഇത്ര വിവാദമായി കൊണ്ടിരുന്നത്. എന്റെ ശ്രീ നമ്പൂതിരി ഒരു സെക്കൻഡ്, ശ്രീ നമ്പൂതിരിയോടുള്ള ബഹുമാനം വെച്ചിട്ട് ഞാൻ പറയട്ടെ, ദയവ് ചെയ്തിട്ട് ഒരു സെക്കൻഡ്. ശ്രീ വി മുരളീധരൻ ഈ അറ്റാഷെ പോയി എത്രയോ ദിവസം കഴിഞ്ഞാണ് ശ്രീ വി മുരളീധരൻ അറ്റാഷയുടെ നിരപരാധിത്വത്തെക്കുറിച്ച് പറഞ്ഞത്. അതിനിടയിൽ ഈ പറഞ്ഞ സരിത്തും സ്വപ്നയും സന്ദീപ് നായരും ഒക്കെ ടൺ കണക്കിന് മൊഴികൾ NIA-ക്കും കസ്റ്റംസിനും കൊടുത്തു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു പ്രകോപനമില്ല. എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് വെച്ചാൽ, ഒരു വിദേശകാര്യ സഹമന്ത്രി ഒരു പ്രകോപനവും പ്രചോദനവുമില്ലാതെ ഏകപക്ഷീയമായി
എന്താ പറഞ്ഞത്? വേണം ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചില്ല എന്ന് പറയണ്ട. നോക്ക്. ഈ ആൾക്കെതിരായിട്ട് ഒരു സംശയവും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. വേണ്ട, ഞാൻ ഈ ആൾക്കെതിരെ ഒരു സംശയം ഉണ്ടായില്ലല്ലോ. കൊടുത്ത മൊഴിയാണെന്ന് ഈ ആൾക്കെതിരെ ഒരു സംശയം ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീ മുരളീധരൻ പറഞ്ഞതാണ്. ഇത് എപ്പോഴാ പറയുന്നത്? നമ്പൂതിരി എപ്പോഴാ പറയുന്നത്? കേട്ടോ, താങ്കൾ കേട്ടോ? ഇത് പറഞ്ഞത് ജൂലൈ 5-നല്ല, ജൂലൈ 6-നല്ല, ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് ടൺ കണക്കിന് മൊഴി NIA പക്കലും. ഇനി മൊഴി എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ വേണം. മൊഴി കാണിച്ചു തരണം താങ്കൾക്ക്. താങ്കളെ പോലെ എന്താ പറയാ ഒരു സഹൃദയനും നോക്ക് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികളുടെ മൊഴി. ബ്രിട്ടാസെ സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധി ഞാൻ വീണ്ടും താങ്കളെ ഓർമ്മിപ്പിക്കുക. സുപ്രീം കോടതി വിധി വീണ്ടും ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുക. അവതാരകൻ തന്നെ കൂടുതൽ കമന്റ് പറഞ്ഞുകൊണ്ട് അവതാരകൻ തന്നെ ഒരു സെക്കൻഡ് ഒരിക്കലും താങ്കൾ നെഞ്ചിൽ തൊട്ട് അങ്ങനെ ആരോടും ഉന്നയിക്കില്ലെന്ന് എനിക്കറിയാം. താങ്കളോട് പറഞ്ഞോളൂ, നെഞ്ചിൽ തൊട്ട് പറയില്ല. താങ്കൾ പറയില്ല. പറഞ്ഞോളൂ. ബ്രിട്ടാസ് അല്ലെന്ന് ഞാൻ പറയാം. ബ്രിട്ടാസ്, ഞാനും താങ്കൾ നയിച്ച ഒരു ചർച്ചയിൽ ഇതേ സബ്ജക്റ്റ് താങ്കൾ ഇത് ബൈറ്റ് കാണിക്കുകയും ഞാൻ അന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ്. മനോരമ ചാനലിൽ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു ചർച്ചയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ആ ചർച്ചയിൽ ഞാനുണ്ട്. ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹത്തിനോട് അറ്റാഷെ പോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് അറ്റാഷെ പോകുമ്പോൾ അറ്റാഷയുടെ പേരിൽ ഒരാരോപണമോ സംശയമോ ഇല്ല. ഒരാരോപണവും NIA അന്നേരം ഉന്നയിച്ചു. കാരണം NIA കേസ് ഏറ്റെടുത്ത ഉടനെയാണ്. NIA കേസ് ഏറ്റെടുക്കുമ്പോൾ ഒന്നെങ്കിൽ NIAയുടെ ഭാഗത്തു നിന്ന്, അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഈ കോൺസുലേറ്റ് ജനറൽ അറ്റാഷയ്ക്കെതിരെ ആരോപണം. അപ്പോൾ ആരോപണമില്ല. അതുകൊണ്ടാണ് ഇമിഗ്രേഷൻ നടപടികൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടിയത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആ ചോദ്യത്തിനൊരു ആൻസറാണ് പറഞ്ഞത്. പക്ഷേ ആ ചോദ്യം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ ആൻസറുകൾ കാലങ്ങളായി ദിവസങ്ങളും കാണിച്ചുകൊണ്ടിരുന്നിട്ട് വി മുരളീധരനെ കോർണർ ചെയ്യാനുള്ളത്. ഈ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരെ മുഴുവൻ തകർക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമുണ്ടല്ലോ ഇടതുപക്ഷത്തിൻ്റെ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്വപ്നയുടെ ഡിഫൻസ് എന്താ, ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ്. സ്വപ്നയുടെ വക്കീൽ പറയുന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നാ. ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നാ. എനിക്കതാണ് മനസ്സിലാക്കാത്തത്. ഇപ്പൊ വി മുരളീധരൻ ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പറഞ്ഞു. അവിടെ നിൽക്കട്ടെ. ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എങ്കിൽ ഇന്ത്യയിലെ ഇതിന് ബാധകമാണ്. സ്വാഭാവികമായി ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്ന് വരുത്തേണ്ടത് സ്വപ്നയുടെ ആവശ്യമാണ്. ഓക്കെ, രാജേഷ് ഒന്ന് പറ. നിങ്ങൾ സ്വപ്നയുടെ ആവശ്യമാണ് പറയേണ്ടത് രാജേഷ്. അതാണ് നമ്പൂരി പറയുന്നത്. അല്ല, സ്വപ്നയുടെ ആവശ്യം അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെയും ആവശ്യമായിട്ട് മാറും. ഇന്നലെയല്ലേ മിനിഞ്ഞാന്ന് പാർലമെന്റിൽ അനുരാഗ് സിംഗ് ഠാക്കൂർ മറുപടി കൊടുത്തത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന്. മാത്രമല്ല, സ്വപ്നയുടെ ആവശ്യം എങ്ങനെയാണ് NIA കോടതിയുടെ രേഖയിലും വരുന്നത്, NIA കൊടുത്ത റിപ്പോർട്ടിൽ വരുന്നത്. NIA കൊടുത്ത റിപ്പോർട്ട് ഇന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നാണ്. കോടതി ആ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിലും പരാമർശിച്ചത് അങ്ങനെ തന്നെയാണ്. ഇന്നലെ പാർലമെന്റിൽ അനുരാഗ് സിംഗ് ഠാക്കൂർ കൊടുത്ത മറുപടിയിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് കോടതി മുതൽ അനുരാഗ് സിംഗ് ഠാക്കൂർ വരെയുള്ളവരുടെ ആവശ്യമായിട്ട് മാറുന്നത്? ആരാണ് ശ്രീ നാരായണൻ നമ്പൂതിരി വസ്തുത, കളവ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, വസ്തുതാവിരുദ്ധമായ കാര്യം, വ്യാജമായ കാര്യം പറയുന്നത്? എന്തുകൊണ്ടാണ് നാരായണൻ നമ്പൂതിരിയെ പോലൊരാൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്? ആരെ രക്ഷിക്കാനാണ്? നാരായണൻ നമ്പൂരി ഒറ്റ വാചയിൽ പ്രതികരിക്കുക, എന്നിട്ട് നമുക്ക് നിഷാദിലേക്ക് പോകണം. നിഷാദ് കുറച്ച് കാര്യങ്ങൾ പറയൂ. ഒറ്റ വാചകത്തിൽ പറ്റില്ലല്ലോ. രാജേഷ് 3-4 NIA കൊടുത്തത് ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ മറവിൽ, കോടതിയുടെ പരാമർശം ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ മറവിൽ, ധനകാര്യമന്ത്രി ഇന്നലെ കോടതിയിൽ വെച്ച അൺസ്റ്റാർഡ് ചോദ്യത്തിനുള്ള ഉത്തരവെന്താ? കസ്റ്റംസ് ഈ ഡിപ്ലോമാറ്റിക് ചാനലിൽ വന്ന ഡിപ്ലോമാറ്റിക് ബാഗേജ് സംശയകരമായ കാര്യങ്ങളുണ്ട് എന്നുള്ള
ഇൻഫർമേഷൻ കസ്റ്റംസ് കൊടുത്തു എന്നാണ്. വ്യക്തമാണ് അതെന്നെ കസ്റ്റംസ് കൊടുക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് ചാനലിൽ വരുന്ന ഒരു ബാഗേജാണ് ബാഗേജ്. ഈ സാധനം അഴിക്കുമ്പോഴാണ് അത് കസ്റ്റംസിന്റെ വിദേശകാര്യ വകുപ്പിന്റെ ഈ സമ്മതത്തോടെ അതിലേക്കൊന്നും പോകരുത്. കാരണം അറിയാം, താങ്കളൊരു ലോസ്റ്റ് കേസ് ആർഗ്യൂ ചെയ്യുന്ന പോലെ ആയിരിക്കും പ്രശ്നം. ഡിപ്ലോമാറ്റിക് ഒരു കാര്യം പറയട്ടെ താങ്കളിലേക്ക്, താങ്കളുടെ അറിവിലേക്ക്. അതായത് താങ്കൾ പറഞ്ഞു, ഈ പറഞ്ഞ അറ്റാഷെ പോയ ഉടനെയാണ് ശ്രീ വി മുരളീധരൻ ഈ പ്രസ്താവന നടത്തിയത്. അതുകൊണ്ട് അറ്റാഷയ്ക്കെതിരെ അപ്പോൾ അറ്റാഷയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല. അറ്റാഷെ പോയ ഉടനെ പറഞ്ഞില്ല. അറ്റാഷെ പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ ആയിക്കോട്ടെ ആ ചോദ്യം ഉയരുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചോദ്യത്തിനെന്നാണ്. ഓക്കെ സാർ, പറയട്ടെ. അല്ലല്ല, പറയട്ടെ മന്ത്രി പങ്കെടുത്ത. ഓക്കെ, ഞാൻ പറയാം. ഞാൻ താങ്കൾ പറഞ്ഞതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പറയാം. അതായത് ശ്രീ വി മുരളീധരൻ ആ ചോദ്യത്തോട് പ്രതികരിക്കുന്ന സമയത്ത് അറ്റാഷയ്ക്കെതിരെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉയർന്നു വന്നിരുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അതാണ് ഞാൻ, അല്ലാതെ സ്പഷ്ടമാണ്. എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഈ പറഞ്ഞ ഈ കേസ് പുറം ലോകത്തേക്ക് വന്ന ജൂലൈ 5-നാണ്. അത് കഴിഞ്ഞ് ഒരു മാസം അറ്റാഷെ പോയ സമയത്തെന്നാണ് ഞാൻ പറഞ്ഞത്. കേൾക്ക് സാർ, ഒരു മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ശ്രീ വി മുരളീധരൻ അറ്റാഷയ്ക്ക് മേൽ ഒരു സംശയമില്ലല്ലോ എന്ന് പറഞ്ഞത്. അതായത് 5-ാം തീയതി കേസ് വരുന്നു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വപ്നപിടിയിലാകുന്നു, സരിത്തുപിടിയിലാകുന്നു, മൊഴികൾ വരുന്നു, തെളിവുകൾ വരുന്നു. അതും കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ശ്രീ വി മുരളീധരൻ ഈ വിവാദ പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശ്രീ വി മുരളീധരൻ ആ പ്രസ്താവന നടത്തുന്ന സമയത്ത് ആ ഘട്ടത്തിൽ അറ്റാഷയെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഓഗസ്റ്റ് 2-ന് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുമ്പോഴേക്കും ഒരു മാസം പൂർത്തിയാകുകയായിരുന്നു. അതിനിടയിൽ എത്രയോ തെളിവുകൾ കുമിഞ്ഞു കൂടിയിരുന്നു. ശ്രീ നമ്പൂതിരി, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ശരിയാക്കി വെക്ക് താങ്കൾ, പ്ലീസ്. ബ്രിട്ടാസെ, ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ശരിയായി തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ബ്രിട്ടാസെ, എനിക്ക് സത്യത്തിൽ ഈ CPM-കാരോടും കൈരളി ചാനലിനോടും ഒക്കെ ഇങ്ങനെ ഈ ആടിനെ പട്ടിയാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ അങ്ങേയറ്റം വരെ പോകാൻ കഴിയുക എന്ന് പറയുന്നുണ്ടല്ലോ. നമസ്കരിക്കുകയാണ്, ദക്ഷിണ വയ്ക്കാൻ ശ്രമിക്കാം. ദക്ഷിണ വയ്ക്കാം, ഒരു കണ്ണി പുകയിലെയും ഒക്കെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ അല്ലല്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓഗസ്റ്റ് 2-ാം തീയതി നടന്ന വാർത്താ അവതരണ സമയത്ത് വാർത്താ അവതാരകയുടെ ചോദ്യം, ഓഗസ്റ്റ് 2-ാം തീയതി വാർത്താ അവതാരക അറ്റാഷെ പോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യം. ആ ചോദ്യത്തിന് അറ്റാഷെ പോകുന്ന സമയത്തെക്കുറിച്ചാണ് ചോദ്യം. എങ്ങനെ പോയി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അല്ലാതെ ഓഗസ്റ്റ് 2-ാം തീയതി ആരോപണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അറ്റാഷെ പോകുമ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസ് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഓഗസ്റ്റ് ആരോപണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. എമിഗ്രേഷൻ ക്ലിയറൻസ് ആ സമയത്തെക്കുറിച്ചുള്ള ആ കോണ്ടസ്റ്റിലായിരുന്നില്ല ആ ചോദ്യം വന്നത്. താങ്കൾക്ക് മുഴുവൻ കാണാവുന്നതാണ്. ഞാൻ ആർഗ്യുമെന്റിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയമല്ല. നിഷാദ്, വളരെ ക്വിക്കായിട്ട്, നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രാജി, ഈ നാടകങ്ങൾ, ഇതെല്ലാം പോകുന്നു. പക്ഷെങ്കിൽ ഒരു വഴിക്ക് നമ്മുടെ സിസ്റ്റം ലൂസാകുന്നുണ്ടോ? അന്വേഷണം നമ്മൾ വിചാരിച്ച വിഭാവനം ചെയ്ത രീതിയിലേക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു. അതാണ് MP രാജേഷ് വളരെ കൃത്യമായിട്ട് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചത്. രാജേഷ് പറഞ്ഞതിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. കാരണം ഇവർ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. ഒന്ന്, അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രകോപിതരാവില്ല രണ്ടുപേരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ അറ്റാഷയുടെ വിവരവും അതോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ കാര്യവും കേന്ദ്രമന്ത്രി മുരളീധരൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എത്ര ബാലിശമായിട്ടാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് നമ്പൂരി സാറ്. അദ്ദേഹം എന്നെ ഉപദേശിച്ചു തുടക്കത്തിൽ ചർച്ചയിൽ. അദ്ദേഹം ഇപ്പോൾ അപഹാസ്യമായിക്കൊണ്ടിരിക്കുകയല്ലേ പൊതുജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ ഇവിടെ ഈ അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ്. നമ്മുടെ സർക്കാരിന് അതിനകത്തൊന്നും ചെയ്യാനില്ല.
ആ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരട്ടെ. അതുവരെ ഈ കോലാഹലങ്ങളും സമരകോലാഹലങ്ങളും എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് മനസാക്ഷി ഉണ്ടെങ്കിൽ സ്വയം ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. കാര്യം കേന്ദ്ര ഏജൻസികളാണ് ED ആയാലും കസ്റ്റംസ് ആയാലും NIA ആണെങ്കിലും ആരുടെ കീഴിലാണ്? അത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ്. സംസ്ഥാന സർക്കാരിന് എന്താ ചെയ്യാനുള്ളത്? നമ്മളിത് ചർച്ച ചെയ്തിട്ട് തന്നെ കാര്യമില്ല. നമ്മൾ തുടക്കത്തിലുള്ള ചർച്ച എന്തായിരുന്നു? സ്വർണ്ണക്കടത്തിനെ പറ്റിയാണ്. അതൊക്കെ വിട്ടുമാറി ഓരോ ദിവസവും ഓരോന്ന് ഷിഫ്റ്റ് ചെയ്ത് വരിക. ഒരെണ്ണം പോലും അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കോടതിയിൽ പോയിട്ട് തന്നെ അപഹാസ്യമായി മാറിക്കൊണ്ട് ഇപ്പോൾ ജലീലിനെതിരായിട്ടുള്ളതിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ് ജലീലിന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, എനിക്ക് 30 സെക്കൻഡ്സ് വെച്ച് ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ MB രാജേഷ് കൊടുക്കാനുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നായിരുന്നു. മുഖ്യമന്ത്രി രാജിവെച്ച് വെക്കുന്നുണ്ട്, പിന്നെ ഈ ജലീലിൻ്റെ രാജിക്കുമൊന്നും പ്രസക്തിയില്ല. എന്തിനാണ് ഈ മുദ്രാവാക്യം മാറ്റിയത്? ഇപ്പോൾ EP ജയരാജൻ്റെ രാജിക്കും പ്രസക്തിയില്ല. ആ ഒറ്റ മുദ്രാവാക്യം അതിലും കുറച്ച് നിന്നാൽ പോരായിരുന്നു. ബ്രിട്ടാസ്, അന്തിമമായിട്ട് അങ്ങ് പറഞ്ഞ് നടക്കൂടെ? ഞാൻ വിശ്വസിക്കുന്നു ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് വന്നാൽ അത് വരുന്നത്, വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കും വന്നത്. ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ശ്രീ രാജേഷ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ ഖുറാൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, ആലത്തൂർ ദാറുൽ ഇസ്ലാം, പന്താവൂർ മദ്രസ, അവിടെയുള്ള 2 ഖാസിമാരുടെ ഞാൻ ഒരു ചാനൽ കേട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഖുറാൻ ചോദിച്ചിട്ടില്ല, ജലീൽ കൊണ്ട് തന്നതാണ്, ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല, 1-2 എടുത്തിട്ടുള്ളൂ. അങ്ങ് വെരിഫൈ. ശ്രീ രാജേഷ് സ്ഥിരമായി പോകുന്ന ഒരു ചാനൽ ഞാൻ കണ്ടതാണ്. ജലീൽ ഈ കാര്യത്തിൽ എന്താണ് താല്പര്യം എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിനെ തേച്ചുമാച്ച് കളയുന്നതിലും അതിനെ മുൻനിർത്തി കേരളത്തിൽ കോൺഗ്രസ് ലീഗ് BJP സഖ്യമുണ്ടാക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ED ആണ്. ED ഉപയോഗിച്ച് ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ കേസെടുത്തു. മറ്റൊരാളെ പേടിപ്പിച്ചത് കൊണ്ടാണ്, EDയുടെ കയ്യിൽ ഇന്ന വിവരങ്ങളുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ടാണ് BJPയെ ചെറുക്കാൻ ഡൽഹിയിൽ പോയ ഒരാൾ അടുത്ത കാലത്ത് തിരിച്ച് മലപ്പുറത്തേക്ക് വന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് കോൺഗ്രസ് ലീഗ് BJP ബന്ധം ഇവിടെ ഉറപ്പിച്ചെടുത്തിട്ടുള്ളത്. ഈ സർക്കാരിനെതിരായി EDയെ ഉപയോഗിച്ചാണ് അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ശ്രീ MB രാജേഷ് നടത്തിയത്. ശ്രീ നമ്പൂതിരി, അതായത് ഡൽഹിയിൽ BJPയെ ചെറുക്കാൻ പോയ ലീഗ് നേതാവിനെ നിങ്ങൾ ED ഉപയോഗിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന UDF BJP ബാന്ധവത്തിനുള്ള അരങ്ങൊരുങ്ങുന്നെന്നുള്ള ഒരു ആരോപണമാണ്. ഒരു വാചകത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം, അല്ലെങ്കിൽ സമ്മതിക്കാം. ഒറ്റ വാചകം. ബ്രിട്ടാസെ, ആ ബുർജ് ഖലീഫ കെട്ടിടമുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം, അതിലെ 63ാമത്തെ നിലയിൽ സ്വപ്നയുമൊത്ത് ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ മരുമകൻ്റെ ഫ്ലാറ്റ്, സ്വപ്നയുമൊത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് ഈ അന്തർധാര ഉണ്ടാക്കിയത് എന്ന് വരുന്ന കാലങ്ങൾ തെളിയിക്കാം. ഓക്കെ, ശരി. ഒരുപാട് അന്തർധാരകൾ, ഒരുപക്ഷെ നിഷാദ് എനിക്ക് ഒരുപാട് സമയം തരുന്നുണ്ടായിരുന്നു, പക്ഷേ സമയം അവസാനിക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിൻ്റെ അന്തർധാരകൾക്കാണ് ഇന്ന് പ്രസക്തി. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയാൻ പലർക്കും ഇന്ന് താല്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് സമാപിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.